ഓക്കെ, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഇത് ഈ ഒരു സ്കിൽ അത്യാവശ്യമാണ്. 3 തരത്തിലുള്ള സ്പീച്ച്, 3 സ്പീച്ചസ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു സ്പീച്ച് ഉണ്ട്, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം, ബേസിക്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം, പ്രിപ്പറേഷൻ അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യും, ബേസിക് ആയിട്ടുള്ള സാധനം പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ എനിക്കറിയാം ജിൻഷോബായ് ആണെങ്കിലും സാലിബായ് ആണെങ്കിലും ഈ 30 സെക്കൻഡ് സ്പീച്ച്, അതായത് 30 സെക്കൻഡ് പ്രസന്റേഷൻ പിച്ച് ഓഫ് യുവർ ബിസിനസ്, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. പല സമയത്ത് തുടക്ക കാലഘട്ടത്തിലൊക്കെ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ അരുണൊക്കെ ആണെങ്കിലും പ്രസംഗമൊക്കെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യും. ഈ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രസംഗമുണ്ട്, അതാണ് നമ്പർ 1 സ്പീച്ച്. സെക്കൻഡ് സ്പീച്ചസ് ദാറ്റ് യു ഹാവ് ഓൾറെഡി പ്രസന്റഡ്, അതൊരു പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. പ്രിപ്പയർ ചെയ്ത് നമ്മൾ വലിയ കാര്യത്തിൽ പഠിച്ചു വെച്ച സാധനമായിരിക്കില്ല ഒരു പക്ഷേ പുറത്തേക്ക് വരുന്നത് ആ ഒരു നിമിഷത്തിൽ, ആ ഒരു സമയത്ത്, ആ പോയിന്റ് ഓഫ് ടൈമിൽ. അതാണ് പ്രസന്റഡ് സ്പീച്ച്. ഇനി കറക്റ്റഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മൂന്നാമത്തെ സ്പീച്ച്. മൂന്നാമത്തെ സ്പീച്ച് വേറെ ഒന്നുമല്ല, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പോയി തിരിച്ചിരിക്കുമല്ലോ, ഒരു സ്ഥലത്ത് നമ്മൾ തിരിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, അത് മറ്റേതും കൂടി പറയരുത്, ഈ സാധനം ഞാൻ പറയണം എന്ന് വിചാരിച്ചിട്ട് പറയാൻ പറ്റിയില്ല, ഇത് കുറച്ച് നീണ്ടുപോയി, ഇവിടെ ഈ സാധനം ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് ഒരു കിക്കായില്ല, അതുകൊണ്ട് എന്താ പറയുക, ഏറ്റില്ല, ഏശി ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആക്ച്വൽ അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്പീച്ച് എന്ന് പറയുന്നത് തേർഡ് സ്പീച്ച് ആണ്, റൈറ്റ്? ദാറ്റ് ഈസ് കറക്റ്റഡ് സ്പീച്ച്. നമ്മൾ പ്രിപ്പയർ ചെയ്തതും പ്രസന്റ് ചെയ്തതും അല്ലാതെ മൂന്നാമത്തെ സ്പീച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പീച്ച് വുഡ് ബി ദ തേർഡ് വൺ. നമ്മൾ തിരിച്ചു വന്നിരുന്ന് ഒരു കാര്യം പ്രസന്റ് ചെയ്ത് തിരിച്ചു വന്നിരുന്ന് കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്പീച്ചാണ്. അപ്പൊ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല തരത്തിലുള്ള വിഷയങ്ങളെ പറ്റി ഇവിടെ സംസാരിക്കും, പല വിഷയങ്ങളെ പറ്റി നമ്മൾ ഇവിടെ സംസാരിക്കും. ഈ സംസാരിച്ച വിഷയങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേർഡ് സ്പീച്ചിലേക്ക് നമ്മൾ എത്തണം എത്രയും പെട്ടെന്ന്. അതായത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഏറ്റിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പഞ്ച് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് ആയിരിക്കണം നമ്മൾ തേർഡ് സ്പീച്ചിൽ, അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി ഇരിക്കുമ്പം നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇനി ഇതായിരിക്കും നമ്മളുടെ ഒരു ജേർണിയിൽ നമ്മൾ സ്വായത്തമാകാൻ പോകുന്ന ഒരു കാര്യം ഇതായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ലീഡേഴ്സ്, ഒരുപാട് ലീഡേഴ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബരാക് ഒബാമ, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ വിവേകാനന്ദൻ, നരേന്ദ്രമോദി, പൊളിറ്റിക്സ് അപ്പാർട്ട്, പിന്നെ മാർട്ടിൻ ലൂതർ കിങ്, ഇതേപോലുള്ള ആളുകളുടെയൊക്കെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള വീഡിയോകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതുപോലെ ആവണം എന്നുള്ളതല്ല, അതല്ല നമ്മുടെ പവർ ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഉദ്ദേശം. അത് ഞാൻ ആദ്യമേ പറയാണ്. കാരണം പല ആളുകളും ആ രീതിയിലുള്ള ഒരുപാട് സെഷനിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ പ്രസംഗം നിങ്ങൾ കണ്ടു, അത് നിങ്ങൾക്ക് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട്. ഐ വിൽ ഗീവ് യു അസൈൻമെന്റ്സ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് യൂട്യൂബിലും നമ്മുടെ ലൈവ് സെഷനിൽ അതുണ്ടാവില്ല. ലൈവ് സെഷനിൽ യു വിൽ ബി ടോക്കിംഗ് പ്രാക്ടിക്കലി പോസിബിൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഐ വിൽ ബി അഡ്രസ്സിങ് ദി മോസ്റ്റ് ബിഗിനർ, ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ആളെ ആയിരിക്കും ഞാൻ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഷെഫീഖ് ഭായിക്ക് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് വളരെ ബേസിക് ആണല്ലോ എന്ന് തോന്നിയേക്കാം. ഓക്കെ, സോ വൈ? ബിക്കോസ് വി ആർ ഗോയിങ് ടു അഡ്രസ് ദി മോസ്റ്റ്, ഏറ്റവും തുടക്കം എന്നുള്ള രീതിയിൽ വരുന്ന ആളുകളെ കൂടി നമ്മൾ അഡ്രസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഈച്ച് വീക്ക് വിൽ മൂവ് ടു നെക്സ്റ്റ് ലെവൽ. ഓരോ വീക്കിലും നമ്മൾ ഓരോ പുതിയ ലെവലിലേക്ക് പോയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇത് പറയാൻ ഞാൻ മറന്നുപോയതാണ്. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഇഫ് വി ഹാവ് സം നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും the hours will be compensated. Okay, and one more thing, after the session I will be giving you one link. If you click on to that link, you will see സ്ലോട്ടുകൾ കാണാം, കലണ്ടറും സ്ലോട്ടുകളും കാണാം. ഈ കലണ്ടറിൽ നിങ്ങൾ സ്ലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബുക്ക് ഫോർ വൺ ഓൺ വൺ സെഷന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഞാൻ അവസാനം പറഞ്ഞുതരാം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. Now moving forward to why PPS, why power of public speaking എന്നുള്ളതാണ്. There are two things, barriers and fears. Barriers ഉണ്ട്, fears ഉണ്ട്. ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. സ്റ്റേജ് ഫിയർ എത്ര സ്റ്റേജുകളിൽ കയറി പ്രസംഗിച്ചാലും കുറച്ചൊരു ഭയം എല്ലാവർക്കും ഇത് തുടങ്ങുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് വി ഹാവ് ടു അക്നോളജ് ദ ഫിയർ എന്നുള്ളതാണ് ആദ്യത്തെ ഫാക്ടർ. ഇത് എല്ലാവർക്കും ഉണ്ടാവും എന്ന വാസ്തവം നമ്മൾ അറിയാം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സെക്കൻഡ് തിങ് ഇസ് ബാരിയർ.
ബാരിയേഴ്സ് ഉണ്ട്, അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഫിയറും ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ലേൺ ടു മാർഷൽ അവർ തോട്ട്. നമ്മുടെ തോട്ട്സ് നമ്മൾ മാർഷൽ ചെയ്യാനും പ്രസന്റ് ദം ഇൻ ലോജിക്കൽ സീക്വൻസിൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. ഓക്കെ. പിന്നെ വി വിൽ ലേൺ ടു ഫോക്കസ് ഓൺലി ഓൺ ദ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ നമ്മൾ പഠിക്കും. വി വിൽ ലേൺ ടു യൂസ് അവർ വൊക്കാബുലറി മാക്സിമം പോസിബിൾ വേ. അതായത് എല്ലാവർക്കും വൊക്കാബുലറി ഡിഫറെന്റ് ആയിരിക്കും. പല ആളുകൾക്കും ഇപ്പോൾ ശശി തരൂർ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മളുടെ ഒരാൾ സംസാരിക്കുന്ന പ്രസംഗം. ഓരോരുത്തരുടെയും വൊക്കാബുലറി സ്ട്രെങ്ത് ഉണ്ട്. അത് കൂട്ടാനുള്ള ചില എക്സസൈസ് ഒക്കെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഐ വിൽ ബി ഗിവിംഗ് യു. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ തരുന്നതാണ്. എന്ന് കരുതി നമുക്ക് വലിയ വലിയ വൊക്കാബുലറി പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കടുകട്ടി വാക്കുകൾ പഠിച്ചു വെക്കാൻ നിർബന്ധമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നീഡ്. അങ്ങനെയുള്ള ഒരുപാട് വലിയ വൊക്കാബുലറി ഒന്നും വേണം നിർബന്ധമില്ല. എന്നാലും നമ്മുടെ സ്വന്തം കയ്യിലുള്ള വൊക്കാബുലറി മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത്, അത് ഫോക്കസ് ചെയ്ത് എത്ര മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതും നമുക്ക് നോക്കാം. ഓൾസോ വി വിൽ ലേൺ ടു പ്രസന്റ് ഓൾ അവർ തോട്ട്സ് in as few words as possible. Being precise is very important because in nowadays നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസ് ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും, believe me my dear good friends, attention span is very small. എല്ലാവരുടെയും അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അറ്റൻഷൻ സ്പാൻ കുറവാകാനുള്ള പ്രധാന കാരണം ടെക്നോളജിയോട് നമുക്കുള്ള ആഭിമുഖ്യം കൂടിയത് കൊണ്ടാണ്. ടെക്നോളജി നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാത്തിനും സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അറ്റൻഷൻ സ്പാൻ എല്ലാവരും വളരെ കുറവാണ്. നമ്മൾ പഴയ പോലെ നീട്ടി വലിച്ച് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഇപ്പോൾ 30 സെക്കൻഡ് പ്രസന്റേഷൻ ഒക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജിൻഷോബായിന്റെ ബിസിനസിനെ പറ്റി 2 മണിക്കൂർ വേണമെങ്കിൽ പറയാം, അല്ലെ? അതിനുള്ള കഴിവുണ്ടാവും. പക്ഷെ ഈ 30 സെക്കൻഡിനുള്ളിൽ തീർക്കാന്ന് പറഞ്ഞാൽ ആ 30 സെക്കൻഡിന്റെ ഉള്ളിൽ അത്രയൊക്കെ ഒരാള് വളരെ ക്രൂഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുള്ളൂ. അറ്റൻഷൻ സ്പാനിന്റെ ഉള്ളിൽ ഒരാളുടെ അറ്റൻഷൻ സ്പാൻ തീരുന്നതിനുള്ളിൽ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വി വിൽ പുട്ട് അവർ തോട്ട്സ് ടു വേർഡ്സ്, ആസ് ഫ്യൂവർ വേർഡ്സ് ആസ് പോസിബിൾ. എത്രയും ഫ്യൂ ആയിട്ട് വളരെ കുറച്ച് വാക്കുകളിൽ നമുക്കത് പ്രസന്റ് ചെയ്യാനുള്ള സാധനം നോക്കാം. ഓൾസോ വി വിൽ ലേൺ ടു ഡിസ്ക്രൈബ് അവർ പോയിന്റ്സ് അപ്രോപ്രിയേറ്റ്ലി വിത്ത് യൂസ് ഓഫ് ഫാക്ട്സ്, എക്സാമ്പിൾസ് ആൻഡ് പാരലൽസ്. ഓക്കെ. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഫാക്ട്സ് ബേസ് ചെയ്തിട്ടും എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ടും, അതുപോലെ നമ്മൾ ചില യൂസേജ് ഒക്കെ ഉണ്ട്. നമ്മൾ മലയാളത്തിലൊക്കെ പറയുമല്ലോ, ഉപമ എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ അതുപോലെ ഇത്. പിന്നെ അതുപോലെ നമ്മൾ മെറ്റഫേഴ്സ് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇംഗ്ലീഷിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്, അല്ലെ? ഫ്രേസസ് എല്ലാവർക്കും അറിയാലോ. നമ്മളിപ്പോൾ പല സാധനങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, അല്ലെ? ലൈക്ക് എ കാറ്റ് ഓൺ എ ഹോട്ട് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിന്റെ എന്താ പറയുക, ചൂടുള്ള കല്ലിന്റെ മുകളിൽ പൂച്ച നിൽക്കുന്നു എന്നല്ല. വെപ്രാളത്തിൽ അല്ലെങ്കിൽ എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ, ആ രീതിയിലുള്ള ചില ഫ്രേസൽ വേർബ്സ് ഒക്കെ നമ്മുടെ സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എങ്ങനെ സാധിക്കും, ഇതൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ദർ ആർ 4 സ്റ്റെപ്സ്. 4 സ്റ്റെപ്പുകളാണ് ഒരു സ്പീച്ചിനുള്ളത്. 5 സ്റ്റെപ്പുകളാണ് ഒരു സ്പീച്ചിനുള്ളത്. പ്ലാൻ, പ്രിപ്പയർ, പോളിഷ്, പ്രാക്ടീസ്, പ്രസന്റ്. പ്ലാൻ, പ്രിപ്പയർ, പോളിഷ്, പ്രാക്ടീസ് ആൻഡ് പ്രസന്റ്. 5 P's ഓഫ് എ സ്പീച്ച് എന്നാണ് നമ്മൾ ഇന്ന് പറയാം. ഓക്കെ. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം, എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ ഇതിൽ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പോളിഷ്, 3rd P, അതായത് പോളിഷ് ചെയ്യുക എന്ന് നമ്മൾ പറയും. നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ പ്രിപ്പയർ ചെയ്തു. പക്ഷെ ഇത് പ്ലാനും പ്രിപ്പയറും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് എനി അതർ സ്പീച്ച്. എസ്പെഷ്യലി ഇപ്പം ടെഡിന് സംസാരിക്കാനൊക്കെ പോവാണ്, ടെഡ് സംസാരിക്കാൻ അല്ലെങ്കിൽ അതേപോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പ്ലാനും പ്രിപ്പയറും ചെയ്തിട്ട് അത് ബ്ലണ്ടായിട്ട് പറയുന്നതിനേക്കാൾ വി ഹാവ് ടു പോളിഷ് അവർ ലാംഗ്വേജ്, വി ഹാവ് ടു പോളിഷ് ദ സ്പീച്ച്. അതിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില സാഹിത്യം ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചില കമ്പാരിസൺ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചില റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ 3rd സ്റ്റെപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, പോളിഷ്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് വി വിൽ ലേൺ മൂവിങ് ഫോർവേഡ്. ആൻഡ് വി വിൽ ഓൾസോ ലേൺ ടു കൺട്രോൾ അവർ വോയിസ് ആൻഡ് മേക്ക് ഇറ്റ് പ്ലസന്റ് ടു ദ ഇയേഴ്സ്. നമ്മുടെ വോയിസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കും. വോയിസ് മോഡുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വോയിസ് മോഡുലേഷനെ പറ്റിയൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് സൂര്യ ചിലപ്പം പറഞ്ഞു തരാൻ കാരണം മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് തന്നെ വോയിസ് മോഡുലേഷന്റെ വ്യക്തമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂര്യ പറഞ്ഞു തരും. എന്നാലും ന്യൂസ് വായിക്കുന്ന പോലെ ആവരുത്. ഇനി ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാൾ
ഇനി വരാൻ പോകുന്ന ഒരു പ്രസംഗത്തിലോ ഇനി വരാൻ പോകുന്ന പ്രസന്റേഷനിലോ പ്രസന്റ് ചെയ്യേണ്ടത്. വിൽ ഹാവ് ടു മാസ്റ്റർ ദി ആർട്ട് ഓഫ് വോയിസ് മോഡുലേഷൻ. അതിനുള്ള ചില പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് ചെയ്യാം. വോയിസ് മോഡുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. ഒരേ ലെവലിൽ നമ്മൾ ന്യൂസ് വായിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. ആളുകളുടെ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ശക്തമായി പറയേണ്ട സിറ്റുവേഷൻ നമ്മൾ ശക്തമായിട്ട് ഉറച്ച ശബ്ദത്തിൽ നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് പതുക്കെ പറയേണ്ടി വരും. ചില സംഭവം ഇമോഷണൽ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ പറയേണ്ടി വരും, റൈറ്റ്? പിന്നെ വി വിൽ ഓൾസോ ലേൺ ടു കൺട്രോൾ ആൻഡ് കൺവേ അവർ ഇമോഷൻസ് കൺവേ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും നമ്മൾ പഠിക്കും. അത് ഇമോഷൻസ് കൺവേ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദർ ഇസ് സംതിങ് കോൾഡ് ടച്ച്. ടച്ചിങ് യുവർ ഓഡിയൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വൺ സെക്കൻഡ്, ലെറ്റ് മീ മ്യൂട്ട് അറൗണ്ട്. ഓക്കെ, അതായത് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ടച്ചിങ് ദ ഓഡിയൻസ് നമ്മൾ പറയും. നമ്മൾ വാക്കുകൊണ്ട് അവരെ ഇമോഷണലി ടച്ച് ചെയ്യുക എന്നുള്ളത് പല ആളുകളുടെയും പ്രശ്നം കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അല്ലെ? ആ ഒരു ഓഫ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ വരും. ആ വരുന്ന ഫീലിങ്ങിന് പറയുന്ന പേരാണ് ടച്ച്. എങ്ങനെ ഇമോഷണലി ആളുകളെ ടച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ വി വിൽ ഓൾസോ ലേൺ ടു ഹൗ ടു പ്രസന്റ് അണ്ടർ അഡ്വേഴ്സ് സിറ്റുവേഷൻ. അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അൺപ്രസിഡന്റൽ ആയിട്ടുള്ള പല സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെ എഫക്റ്റീവ്ലി പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൂര്യ ഒരു സ്ഥലത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ ചിലപ്പം ഈ സൗണ്ട്സിന്റെ ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പതറിപ്പോവാതെ പിടിച്ചു നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ജസ്ന മാം ഒരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യാൻ പോവാണ്. പ്രസന്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് യു ഹാവ് പ്രിപ്പയർഡ് എ PPT. യു ആർ വെരി വെൽ, യു നോ ദ സബ്ജക്ട്, ബട്ട് സ്റ്റിൽ നമ്മളൊരു PPT പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുള്ളൂ. അവിടെ ചെല്ലുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. ഹൗ ടു ടാക്കിൾ സച്ച് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെ? ഹൗ വിൽ വി അപ്പിയർ മോർ പ്രസന്റബിൾ, മോർ കോൺഫിഡന്റ്, മോർ മെച്വർ ആൻഡ് മോർ പോസിറ്റീവ് ടു അവർ ലിസണർ. ഇത്രയും കാര്യങ്ങൾ ആണ്, ഇതൊക്കെയാണ് ശരിക്കും വൈ PPS എന്ന് പറയുന്നതിനുള്ള ആൻസർ. ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു പക്ഷേ നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊരു ഗ്രാജുവൽ പ്രോസസ് ആയിരിക്കും. No, that will be a gradual process. പക്ഷേ if you come to this kind of a workshop and you interact fully, പിന്നെ വേറെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വി ഹാവ് ടു മാക്സിമം പാർട്ടിസിപ്പേറ്റ് ഇൻ എവറിത്തിങ്. വളരെ കുറച്ച് ആൾക്കാരെ നമ്മളുള്ളൂ. എല്ലാത്തിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നിങ്ങൾക്കും ഫീൽ ചെയ്യുള്ളൂ, അതുപോലെ എനിക്കും ഫീൽ ചെയ്യും. എനിത്തിങ് ദാറ്റ് ഇഫ് ഐ വാണ്ട് യു ടു സ്പീക്ക്, ഇഫ് ഐ ആസ്ക് യു ടു ടെൽ സംതിങ്, you have to come forward and do that. ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട. അവിടെയാണ് ഈ ബാരിയർ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ വരുന്നത്. വാട്ട് ആർ ദി ബാരിയേഴ്സ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് ബാരിയർ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം എന്ന് നമ്മൾ പറയും, അല്ലെ? അതായത് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളെ പെട്ടെന്ന് ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ പറയാണ്, ആരെങ്കിലും ഒരാൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ അല്ലെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമുക്ക് എണീക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചാലും ചെയറിന്റെ മുകളിൽ അങ്ങോട്ട് പൊന്താൻ നമുക്ക് പറ്റില്ല. അറ്റ് ദാറ്റ് പോയിന്റ് പെട്ടെന്ന് ഗ്രാവിറ്റി അങ്ങോട്ട് ഇൻക്രീസ് ആവും, ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇൻക്രീസ് ആവും. നമുക്ക് അങ്ങോട്ട് പൊന്താൻ തോന്നൂല. കുറെ ശ്രമിച്ചു നോക്കും, പക്ഷെ എന്നാലും നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് ബാരിയർ വിച്ച് വി ഹാവ് ടു ഓവർകം. അത് നമ്മൾ ആദ്യം മാറ്റി വെക്കണം. ആ ഒരു ഇൻഹിബിഷൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അത് ഒഴിവാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, യു ക്യാൻ അപ്ലൈ ദിസ് ഫോർ യുവർ എന്താ പറയുക ഇനി വരാൻ പോകുന്ന പല സ്ഥലങ്ങളിലും നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു യു ഹാവ് ടു ബി ലൈക്ക് സ്മോൾ കിഡ്സിനെ പോലെ തന്നെ ആവണം. നമുക്ക് ഇപ്പൊ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളോടൊക്കെ നമ്മൾ സംസാരിക്കുക, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ 10 ആൾക്കാരെങ്കിലും പെട്ടെന്ന് കൈകൊണ്ടു. ദേ വിൽ ബി വെരി ഈഗർ ടു ആൻസർ. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാത്തിനും കയറി അങ്ങനെ ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയത്തെ കുറിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, നമ്മൾ അറിയാവുന്ന വിഷയത്തെ കുറിച്ച്, ഞാനൊക്കെ അതിന്റെ സ്വന്തം ആളാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും ക്ലാസ്സിലേക്ക് നമുക്ക് എത്ര അറിയുന്ന വിഷയമാണെങ്കിലും ഇതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്, എല്ലാവരും കൂടി ചോദിക്കട്ടെ, ചോദിക്കുമ്പോൾ പറയാം, അല്ലെ? ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട. കാരണം ഇവിടെ നമ്മൾ എല്ലാവരും ഇത് പഠിക്കാൻ വന്നതാണ്. ഈവൻ ഐ ആം പ്രാക്ടീസിങ് പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പുകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് എനിക്കൊരു പുതിയ അനുഭവമാണ്. കാരണം പുതിയ ആളുകളാണ്, ഡിഫറെന്റ് സെക്ടറിലുള്ള ആളുകളാണ്. ഇത് എല്ലാ ഇതേപോലുള്ള വർക്ക്ഷോപ്പുകളിലും പാർട്ടിസിപ്പൻസ് ആർ വെരി ഡിഫറെന്റ്. ഇപ്പൊ ഇൻ എവറി വർക്ക്ഷോപ്പ് ഐ ആം ഓൾസോ ലേണിംഗ് സംതിങ്. അതുകൊണ്ട് എന്റെ ഭാഗത്ത് അങ്ങനത്തെ ഇൻഹിബിഷൻ ഒന്നും ഉണ്ടാവില്ല. യു ഓൾസോ ഹാവ് ടു ബി ലൈക്ക് ദ സെയിം. അതായത് ഇതൊരു സൂം റൂം ആണെങ്കിലും സൂം മീറ്റിംഗ് ആണെങ്കിലും
എല്ലാവരും ഒന്ന് എയറൊക്കെ വിട്ട് ഒന്ന് ആശ്വാസമായിട്ട് വളരെ ഫ്രീ ആയിട്ടിരിക്കണം. ഒരു എയർ പിടുത്തവും വേണ്ട, വളരെ ഫ്രീ ആയിട്ടിരിക്കുക, വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുക. അരുൺ എന്നെ പറയാണ്ടോ? അരുണെ അൺമ്യൂട്ട് ചെയ്തിട്ട് വന്നോ? അൺമ്യൂട്ട് ചെയ്തോളൂ. ആ സാറേ, വളരെ ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ കോള് വരുന്നേ കൊണ്ടേ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമേ. പോലീസ് സ്റ്റേഷനിൽ പോണോ? അതുണ്ട്. അത് ഞാൻ ഇപ്പോ വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. എക്സലന്റ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കാരണവശാലും എയർ പിടിച്ചിരിക്കേണ്ട, ബി വെരി ഫ്രീ. നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ചെറിയൊരു ഗ്രൂപ്പാണ്. ഈ ഒരു ഗ്രൂപ്പിന്റെ ഓരോ ഒബ്ജക്റ്റീവ് ഉള്ളൂ. നമ്മുടെ ദ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് വി ഹാവ്, വി മേ ഡെവലപ്പ്, അതിനൊരു ഒറ്റ ഒബ്ജക്റ്റീവ് ഉള്ളൂ. വിൽ ഹെൽപ്പ് ഈച്ച് അതർ ടു ഡെവലപ്പ് ഇൻ അവർ സ്കിൽ. ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ മാത്രമായിരിക്കില്ല ഒരു പക്ഷെ ഫീഡ്ബാക്ക് പറയും. എവ്രിബഡി വിൽ കോൺട്രിബ്യൂട്ട് ടു ഗീവ് ദം ഫീഡ്ബാക്ക്. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ നമ്മൾ എന്ത് ഫീഡ്ബാക്ക് പറയുന്നുണ്ടെങ്കിലും ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ ക്രിറ്റിസിസം. അതൊരു ക്രിറ്റിസിസമായോ കുറ്റപ്പെടുത്തലായിട്ടോ കരുതരുത്. ഓൾ ദോസ് വിൽ ബി ദ പോയിന്റ്സ് ടു ബി ഇംപ്രൂവ്ഡ്. ഇംപ്രൂവ്മെന്റ് പോയിന്റ്സ് ആയിരിക്കും, നിങ്ങൾക്കുള്ള ഇംപ്രൂവ്മെന്റ് പോയിന്റ്സ് ആയിരിക്കും ഈ പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ഓപ്പൺ ആയിട്ട് എല്ലാവരും റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കണം. റൈറ്റ്? ആ ഒരു പറഞ്ഞ പോയിന്റുകൾ നെക്സ്റ്റ് ഒരു സെഷനിൽ വരുന്ന സമയത്ത് യു വിൽ ഹാവ് ടു ഓവർകം. ഓക്കെ, സോ ബാരിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേസിക് ബാരിയർ ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ഗുരുത്വാകർഷണം നമ്മൾ ഭേദിക്കാൻ നമ്മൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഫസ്റ്റ് ബാരിയർ അതാണ്. സെക്കൻഡ് ബാരിയർ എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന രീതിയിലുള്ളൊരു പ്രശ്നം വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരനെ ഇഷ്ടമുള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ഹൗ മെനി ഓഫ് യു ലൈക്ക് സന്തോഷ് ജോർജ് കുളങ്ങര? ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പുള്ളി അതായത് സന്ധ്യാവർമ്മ, യു വാണ്ടഡ് ടു സേ സംതിങ് ഓർ യു ലൈക്ക് സന്തോഷ് ജോർജ് കുളങ്ങര, അതുകൊണ്ട് വിളിച്ചാണോ? Because I like Santosh George Kulanga, I raised my hand. I am also. Sorry, you are muted. One second. Please unmute. No, I said I'm also attending your session, so it's just a participation. Okay. ഓക്കെ, ശരി. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, സന്തോഷ് ജോർജ് കുളങ്ങരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പം പുള്ളി ഒരു എന്താണെന്ന് എനിക്കറിയില്ല, സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ്, ഒരുപാട് പരിപാടികളുണ്ടല്ലോ. ഈ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റീസെന്റ്, ഇന്നലെയോ എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടത്, മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അസ്, നമ്മളും അതുപോലെ പാശ്ചാത്യരും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം, വെസ്റ്റേണേഴ്സും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം അതാണെന്നാണ് പുള്ളി പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെ ഒരുപാട് ചിന്തകളാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇതുവരെ ഞാൻ ചെയ്തതിൽ നിന്ന് അത് ആൾക്കാർക്ക് ഒരു വ്യത്യസ്തമായി ഫീൽ ചെയ്താൽ ഞാൻ മോശമാവും. അങ്ങനെയുള്ള ബാരിയർ ആദ്യം നിങ്ങൾ മാറ്റിവെക്കണം. പബ്ലിക് സ്പീക്കിങ്ങിനെങ്കിലും അറ്റ്ലീസ്റ്റ്, ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇതിനെങ്കിലും നിങ്ങൾ അത് മാറ്റിവെക്കണം. എവിടെ നിങ്ങൾക്ക് അവസരം കിട്ടിയാലും അവിടെ പോയിട്ട് ഇത് സംസാരിക്കാൻ തയ്യാറാവണം. ബാരിയർ എന്ന് പറയുന്ന പല ബാരിയർ, ഇതിന് പുറമേയുള്ള പല ബാരിയേഴ്സും ഉണ്ട്. ഒന്നാമത്തെ ബാരിയർ എന്താ വെച്ചാൽ ഫിയർ ഓഫ് ബീയിങ് നോട്ട് ഗുഡ് ഇനഫ്. അതായത് ഞാൻ ശരിയല്ലേ, ഞാൻ എത്ര പോരെ എന്നുള്ളൊരു ഫിയർ ഓഫ് നോട്ട് ബീയിങ് ഗുഡ് ഇനഫ്. ഞാൻ ഇത്രയും നന്നായാ പോരെ, ഞാൻ ഈ സഭയിൽ പറ്റി സംസാരിക്കാൻ പറ്റിയ ആളാണോ, അത്തരത്തിലുള്ള ഒരു ഫീലിങ്ങുകളും ഇനി ഉണ്ടാവരുത്. ഒരു ബാരിയറാണ് ഇത്. ബാരിയർ ഞാൻ തുറന്നു പറയാണ്. ഇതില് ഓരോ ആളുകളുടെ മുഖം കാണുമ്പോഴും എനിക്ക് മനസ്സിലാവും ഇതിൽ ഏത് ബാരിയറാണ് നിങ്ങൾക്കുള്ളതെന്ന്. ആ ബാരിയർ നിങ്ങൾ മാറ്റിയെടുക്കണം. പല ബാരിയേഴ്സും ഞാൻ ഇങ്ങനെ പറയാൻ പോവാണ്, ഓരോന്നായിട്ട് പറയാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ബീയിങ് നോട്ട് ഗുഡ് ഇനഫ്. ഈ സഭയിൽ സംസാരിക്കാൻ മാത്രം ഞാൻ വളർന്നു, ഞാൻ ഇവിടെ സംസാരിക്കാൻ അത്രയ്ക്കായോ, ആ രീതിയിലുള്ള ഒരു ബാരിയർ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പിന്നെ കമ്പയറിംഗ് വിത്ത് അതേഴ്സ് ആണ് രണ്ടാമത്തെ ബാരിയർ. നമ്മളെ മുമ്പേ പ്രസന്റ് ചെയ്ത ആളോ, ജിൻഷോബായിന്റെ 30 സെക്കൻഡ് പ്രസന്റേഷൻ, ഇനിയിപ്പോ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് എത്തുമോ, ആ രീതിയിൽ ചിന്ത, ആ രീതിയിലുള്ള ഇതൊക്കെ ബാരിയേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ മായ്ച്ചു കളയേണ്ട സാധനങ്ങളാണ്. അതിലൊന്നും പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പറയുന്ന ബാരിയേഴ്സ് ഒക്കെ ഇറലവന്റ് ആണ് when it comes to public speaking, because you are going to talk your topic, you are going to present what you are good at, you are going to present what you have prepared. So ഇതൊക്കെ irrelevant ആണ്. കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. Everybody will have their own style of presentation, their own vocabulary, their own preparation. അവരും ഡിഫറെന്റ് രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്തത്, റൈറ്റ്? അപ്പൊ സെക്കൻഡ് ബാരിയർ അതാണ്, കമ്പയറിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരെ പറ്റിയിട്ട്. പിന്നെ മൂന്നാമത്തെ ബാരിയർ എന്താ അറിയോ, മറന്നുപോകും. ഫിയർ ഓഫ് മെമ്മറി ലോസ് ആണ്. പേടി, ഭയം. ഫിയർ ഇസ് നത്തിങ് എൽസ് ബട്ട് ഫോൾസ് എക്സ്പെക്ടേഷൻ അപ്പിയറിംഗ് റിയൽ എന്നാണ് നമ്മൾ പറയാം. FEAR, ഫോൾസ് എക്സ്പെക്ടേഷൻ അപ്പിയറിംഗ് റിയൽ.
ഇത് മറന്നു പോവോ നോക്കിയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മറന്നു പോകും. ആ ഒരു ബാരിയർ നമ്മൾ മാറ്റി വെക്കണം. ഫോൾസ് എക്സ്പെക്ടേഷൻ അപ്പിയറിംഗ് റിയൽ ഷുഡ് നോട്ട് ബി ദർ. ആ ഒരു മെമ്മറി ലോസ് വരുമോ, എനിക്കൊരു മെമ്മറി ലോസ് വരുമോ എന്നൊരു പ്രശ്നം. ഇനി അടുത്ത ബാരിയർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടുവരുന്ന ഒരു ബാരിയർ, ലാംഗ്വേജ്. ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. എന്റെ മുന്നിൽ സംസാരിച്ച ആള് വളരെ മനോഹരമായി മലയാളം പറയും, അതിഗംഭീരമായി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അത്ര പറ്റില്ലല്ലോ. അത് കമ്പാരിസൺ ആണ് ഒരു പരിധി വരെ. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സെഷനിലിരിക്കുന്നവർ മനസ്സിലാക്കുക, ലെറ്റ് ഇറ്റ് ബി ഇംഗ്ലീഷ്, ലെറ്റ് ഇറ്റ് ബി മലയാളം, ലെറ്റ് ഇറ്റ് ബി ഹിന്ദി, ലെറ്റ് ഇറ്റ് ബി തമിഴ്, ദീസ് ആർ ജസ്റ്റ് ലാംഗ്വേജസ്. ഇതൊക്കെ വെറും ലാംഗ്വേജുകളാണ് എന്നാണ് ഞാൻ പറയുന്നത്. വെറും ലാംഗ്വേജസ് ആണ്. ലാംഗ്വേജസ് എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാധനമേ അല്ല. ഇതിൽ വരുന്ന പിന്നെന്താ വെച്ചാൽ പല സ്ലാങ്ങുകളുണ്ട്. ചില ആളുകൾ ഭയങ്കര സ്ലാങ്ങിൽ സംസാരിക്കും. അതൊക്കെ അതിലൊന്നും സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ച് പ്രസക്തി കുറവാണ്. നിങ്ങളുടെ കാര്യം വൃത്തിയുള്ള ഇംഗ്ലീഷിൽ ഏറ്റവും നല്ല സ്ലാങ്ങിൽ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ അത്യാവശ്യം തിരക്കടില്ലാത്ത സ്ലാങ്ങിലാണ് നോർമൽ ന്യൂട്രൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മദർ ടങ് ഇൻഫ്ലുവൻസ് നമുക്ക് കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. മദർ ടങ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നം മാറും. ലാംഗ്വേജിന്റെ ഒരു കോംപ്ലക്സ്, ഞാൻ സംസാരിക്കുന്നത് അത്ര നന്നാവുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു കോംപ്ലക്സിന്റെ ആവശ്യമില്ല. ലാംഗ്വേജ് ഇസ് വൺ അതർ ബാരിയർ വിച്ച് വി ഹാവ് ടു ഓവർകം. ദ നെക്സ്റ്റ് വൺ ഇസ് സൈസ് ഓഫ് ഓഡിയൻസ്. അടുത്ത ബാരിയർ ആണ് സൈസ് ഓഫ് ഓഡിയൻസ്. അയ്യോ, ഇത്ര ആൾക്കാരുണ്ട്, അല്ലെ ഇത്ര ആൾക്കാരേ ഉള്ളൂ, റൈറ്റ്? ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ട് ഓഡിയൻസിനെ പറ്റിയിട്ട് വരുന്ന സമയത്തുള്ള സംശയം. എത്ര കൂടുതൽ ആളുകളാണെങ്കിലും എത്ര കുറവ് ആളുകളാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രസംഗം, നിങ്ങളുടെ സ്പീച്ച് എന്ന് പറയുന്നത് അതിന്റെ കണ്ടന്റിനും നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനുമാണ് പ്രസക്തി. എത്ര ആളുകൾ കൂടിയാലും കുറഞ്ഞാലും അതിനൊരു പ്രസക്തി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ഇത്രയും ആൾക്കാരെ മുമ്പിൽ എങ്ങനെയാ പ്രസന്റ് ചെയ്യുക എന്നൊരു ചിന്ത വേണ്ട, റൈറ്റ്? ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ഈ ഒരു ട്രെയിനിങ്ങിൽ എന്നെയും സന്ധ്യ മാഡത്തിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ 6 പേരാണുള്ളത്. വി ആർ യൂസ് ടു ടേക്ക് സെഷൻസ് ഫോർ ബിഗർ ഓഡിയൻസ് എന്ന് കരുതി നമ്മൾ ഈ പറഞ്ഞ 6 ആൾക്കാരുടെ മുന്നിൽ ഇതേ കാര്യം പറയുന്ന സമയത്ത് ദർ ഇസ് ഒരു തരി പോലും ഡിഫറൻസ് ഇല്ലാതെയാണ് എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത്. കാരണം മറ്റൊന്നുമില്ല, ഐ ആം ഷുവർ ദാറ്റ് വാട്ട് എവർ കണ്ടന്റ് ഐ ആം ഡെലിവറിങ്, ഇത് ഈ ഇരിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആവും എന്ന കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത്. ദാറ്റ് കോൺഫിഡൻസ് യു ഷുഡ് ഹാവ്. സൂര്യ ആണെങ്കിലും 1000 പേരുടെ മുന്നിൽ നിന്ന് പാട്ട് പാടുമ്പോൾ ഈ സംസാരിക്കുന്നതും 2 ആളുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കുന്നതും സൂര്യക്ക് സൂര്യയുടെ പാട്ടിലും സൂര്യ പറയാൻ പോകുന്ന കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വേറെ ഓഡിയൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ദാറ്റ്സ് ജസ്റ്റ് നമ്പേഴ്സ്. അടുത്ത ബാരിയർ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നമുക്ക് ഓവർകം ചെയ്യാൻ എളുപ്പമാണ്. ഇൻഅഡ്വക്കേറ്റ് നോളജ് ഓഫ് ദി സബ്ജക്ട്. സബ്ജക്റ്റിനെ കുറിച്ച് അറിവില്ലായ്മ, പറയാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അറിവില്ലായ്മ. കഴിയുന്നതും അറിയാത്ത സബ്ജക്റ്റുകളാണെങ്കിൽ നിങ്ങൾ ഇംപ്രോംപ്റ്റോ അതായത് പ്രിപ്പയർ അല്ലാത്തൊരു സ്പീച്ചിന് പോവാതിരിക്കുക. പ്രിപ്പയർഡ് അല്ലാതെ അറിയാത്തൊരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാതിരിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രസൻസ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ്. ഇത് വേറൊരു ബാരിയർ ആണ്. അതായത് അയ്യോ, എന്റെ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാര്യ ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇതൊരു പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് കണ്ടുവരുന്ന ഒരു കോംപ്ലക്സ് ആണ്, ഒരു ബാരിയർ ആണ്. വേറെ ആർക്കും ഇതില്ല. വേറെ സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ കുറവാണ്. മലയാളികൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു ബാരിയർ ആണ് പ്രസൻസ് ഓഫ് അവർ ക്ലോസ് റിലേറ്റീവ്സ്. അല്ലെ? ജലജാമേട ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ജലജാമേടത്തിന്റെ മകൻ ഓഡിയൻസിൽ ഉണ്ടെങ്കിൽ ശിവന്റെ മുമ്പിൽ ഞാൻ ഇതൊക്കെ പറയേ, അങ്ങനത്തെ ഒരു ബാരിയറിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, യു ആർ നോട്ട് അഡ്രസ്സിങ് ദം, യു ആർ അഡ്രസ്സിങ് എ ബിഗ് ഓഡിയൻസ്, ബിഗർ പീപ്പിൾ, റൈറ്റ്? പിന്നെ അടുത്തത് ലാക്ക് ഓഫ് സെൻസ് ഓഫ് ഹ്യൂമർ. ഞാൻ തമാശ പറഞ്ഞാൽ ഏശുന്നില്ല, അത് വലിയൊരു ബാരിയറാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അത് ഒരു നിർബന്ധമില്ല. തമാശ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല പബ്ലിക് സ്പീക്കിങ്ങിൽ, അല്ലെങ്കിൽ ഈ പ്രസന്റേഷന്റെ ഇടയിൽ അങ്ങനെ തമാശ പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ലാക്ക് ഓഫ് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, അത് നിങ്ങളുടെ ഒരു കുറവായിട്ട് ഒരിക്കലും നിങ്ങൾ കാണാൻ പാടില്ല, റൈറ്റ്? സോ ദീസ് ആർ ദി ബാരിയേഴ്സ്. ഇതൊക്കെ ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ സെഷനിൽ പറയുന്നത് ഇത് ഞാൻ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് പറയില്ല. ഇത് നിങ്ങളുടെ ബാരിയർ ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു, അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഞാൻ നമ്മുടെ ക്ലാസ്സിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്, പിന്നെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഞാൻ ഈ പ്രസന്റേഷനിൽ ഈ സാധനങ്ങൾ ടെക്സ്റ്റുകളൊന്നും വെക്കാത്തത് എന്താ വെച്ചാൽ യു ഹാവ് ടു ലിസൺ ടു മീ റാദർ ദാൻ റീഡിങ് ഫ്രം ദി പ്രസന്റേഷൻ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്.
നമ്മുടെ സെഷന് ശേഷം ഐ വിൽ ബി പോസ്റ്റിംഗ് ദീസ് പോയിന്റ്സ്. ടൈപ്പ് ചെയ്തിട്ട് ഐ വിൽ പോസ്റ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുന്നതാണ്, മീൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പൊ ഈ ഒരു ബാരിയേഴ്സ്, ഇപ്പൊ ഒരു 8ഓളം ബാരിയേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് ഗുഡ് ഇനഫ്, നമ്മൾ ഗുഡ് ഇനഫ് അല്ല, കമ്പയറിങ്, ലാംഗ്വേജ്, മെമ്മറി ലോസ്, സൈസ് ഓഫ് ഓഡിയൻസ്, നോളജ് ഓഫ് ദി സബ്ജക്ട്, പ്രസൻസ് ഓഫ് ക്ലോസ് റിലേറ്റീവ്, പിന്നെ ഹ്യൂമർ സെൻസ് ഇല്ല എന്നുള്ളൊരു തോന്നൽ, ഫ്ലുവൻസി ഇല്ല എന്നുള്ളൊരു ചിന്ത, ഇതൊരു ബാരിയർ ആണ് അല്ലെ. ഫ്ലുവൻസി, എനിക്ക് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങോട്ട് വരുന്നില്ല എന്നൊരു ചിന്ത, അതൊക്കെ നമുക്ക് ഫ്ലുവൻസി, അതുപോലെ അതൊക്കെ ഫിയർ, ഇത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബാരിയേഴ്സ് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എനിത്തിങ് യു വാണ്ട് ടു ആഡ്, യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. എന്തെങ്കിലും ബാരിയർ ഉണ്ടോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൂട്ടത്തിലല്ലാത്ത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന? ഗോ ഹെഡ്. സൂര്യ, ഒന്നുമില്ല സൂര്യ? അല്ല, ഈ പറഞ്ഞതൊക്കെ തന്നെയുള്ളത്. ഒക്കെ ഉണ്ടോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ എല്ലാം ഉണ്ട്. അതെ, ഡിഫറെന്റ് സിറ്റുവേഷനിൽ ഇതൊക്കെ നമ്മള് വരൂലേ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ആദ്യമേ അഡ്രസ് ചെയ്യാനുള്ള റീസൺ അതാണ്. കാരണം നമ്മുടെ ക്ലാസ്സിലൊക്കെ, നമ്മുടെ ഈ പറയാൻ പോകുന്ന നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരിക്കലും ഈ ഒരു ബാരിയർ നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നതിന് തടസ്സമാവാൻ പാടില്ല. നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു തടസ്സമാവാൻ പാടില്ല. ഞാൻ ഇവരുടെ മുമ്പിലൊക്കെ സംസാരിക്കാൻ മാത്രമായോ എന്നൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഫ്ലുവൻസി ഇല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ലാംഗ്വേജ് ഒരു പക്ഷേ വേറൊരാൾ പറയുന്ന പോലെ എനിക്ക് ലാംഗ്വേജ് ഇല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഈ ബാരിയേഴ്സ് ഒക്കെ മാറ്റി വെക്കുക. ഈ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ബാരിയർ ഉണ്ടോ ജസ്ന മാഡം? അല്ല, എനിക്ക് നമ്മള് ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും ഓഡിയൻസ് അത് മനസ്സിലാക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. സോ നമ്മൾ ഈ പറഞ്ഞ കാര്യം എത്രത്തോളം അവർ ലൈക് ദേ ആർ ഏബിൾ ടു നോ ഇറ്റ്, അല്ലെങ്കിൽ ദേ ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു സംഭവം കൂടി, ലൈക് നമ്മളിങ്ങനെ നമ്മുടെ കാര്യം അങ്ങ് ഫുൾ പ്രസന്റ് ചെയ്യുന്നു, അത് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എന്നുള്ളൊരു കാര്യം കൂടി. മനസ്സിലായി. അത് ആക്ച്വലി ഒരു ബാരിയർ അല്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ത്രീ സ്റ്റേജസ് ഉണ്ട് സ്പീച്ചുകൾക്ക്. 3 ടൈപ്പ് ഓഫ് സ്പീച്ച് അല്ല ഞാൻ പറയുന്നത്, 3 സ്റ്റേജ് ആണ്. ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ. ബിഫോർ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, ഡ്യൂറിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ആഫ്റ്റർ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. അത് നമുക്ക് പറയാം, ബിക്കോസ് വി ഹാവ് ഫ്യൂ നമ്മൾ വരാൻ പോകുന്ന സെക്കൻഡ് സെഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ബാരിയേഴ്സ് ഒക്കെ ആദ്യമേ നിങ്ങൾ മാറ്റി വെക്കണം എന്ന് ഒരു റിക്വസ്റ്റ്. ജലജ മാഡത്തിന് എന്തോ ആഡ് ചെയ്യണ്ടല്ലോ? ജലജ മാഡം. ഞാനും അത് തന്നെ ആലോചിച്ച് പറയണം വിചാരിച്ചു പോവും, പക്ഷെ അവിടെ മറന്നു. പിന്നെ വന്ന് സാറ് പറഞ്ഞ അതിരി ഇരുന്നിട്ടാണ് അത് ഓർക്കയ്യ അത് പറഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെയാണ്. അത് നമുക്ക് എന്തായാലും പ്രിപ്പറേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാം. അതിനുള്ള സ്റ്റെപ്സും അതിനുള്ള ചില ട്രിക്സും ടിപ്സും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു സ്കില്ലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിന് ഈ സ്കില്ലുകൾ വരണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഹാർഡ് വർക്ക്, ഒന്ന് പ്രാക്ടീസും. There is no shortcuts. Let me tell you, there is no shortcuts. There is not any shortcuts for ഈ പറഞ്ഞ സാധനങ്ങൾക്ക്, പബ്ലിക് സ്പീക്കിംഗ്. അത് ഈ പറഞ്ഞ ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. ഈ ടിപ്സും ട്രിക്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പ്രിപ്പയർ ആവുന്ന സമയത്ത് ഇത് എളുപ്പത്തിൽ ഓർമ്മയിൽ വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടിപ്സും ട്രിക്കും. അല്ലാണ്ട് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഇതിൽ വളരെ കുറവാണ്. സോ ഹാർഡ് വർക്ക് ആൻഡ് പ്രാക്ടീസ്, ഈ 2 കാര്യം ആണ് നമ്മുടെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ്, ഇപ്പോൾ വിർച്വൽ സെഷൻ അല്ലാത്തൊരു സെഷനിലാണെങ്കിൽ യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ടു ബി സീൻ. അതായത് നിങ്ങൾ നിൽക്കുന്നതിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഫീലിംഗ് ഉണ്ട്. യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ടു ബി സീൻ, സ്പീക്ക് അപ്പ് ടു ബി ഹേർഡ്, സിറ്റ് ബാക്ക് ടു ബി അപ്രീഷിയേറ്റഡ്. 3 സ്റ്റെപ്പാണ്, 3 കാര്യങ്ങളാണ്. സ്റ്റാൻഡ് അപ്പ് ടു ബി സീൻ, സ്പീക്ക് അപ്പ് ടു ബി ഹേർഡ് ആൻഡ് സിറ്റ് ബാക്ക് ടു ബി അപ്രീഷിയേറ്റഡ്. കറഞ്ഞു കഴിഞ്ഞിരുന്ന് ആൾക്കാരുടെ അപ്രീസിയേഷൻ ഏറ്റുവാങ്ങാനുള്ള എന്താ പറയുക, അഭിമാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റും. അതിന് ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്കും പ്രാക്ടീസും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ 3 കാര്യം ഓട്ടോമാറ്റിക്കലി വിൽ ഹാപ്പൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഫിയറിലേക്ക് കിടക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ സംസാരിക്കുന്നത്. അടുത്ത സെഷനിലൊക്കെ ഒരു പക്ഷേ 1/2 മണിക്കൂർ ഞാൻ സംസാരിക്കും, പിന്നെ നിങ്ങളോട് സംസാരിക്കും. ഇത് ഒരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും
ഇൻട്രൊഡക്ഷൻ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ പറയുന്ന ഈ ബാരിയേഴ്സും ഈ പറയുന്ന സിംറ്റംസും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു സെഷനിൽ മാത്രമല്ല മുന്നോട്ട് പോകുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഫിയറിനെ പറ്റി. അപ്പോൾ ബാരിയർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞില്ലേ, ഇനി വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഫിയേഴ്സ്. ഫിയറിൽ ഇപ്പൊ പറഞ്ഞ ബാരിയേഴ്സ് ഒക്കെ നമ്മളൊരു ഫിയറിന്റെ സാധനങ്ങളാണ്. പക്ഷെ ഫിയറിനെ പറ്റി എനിക്ക് പറയാൻ എപ്പോഴാണ് നമുക്ക് സിംറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് സ്റ്റേജ് ഫിയർ എന്നുള്ളതിന് പല സിംറ്റംസും ഉണ്ട്. നമ്മുടെ പാം സ്വെറ്റിങ്, ഷിവറിങ് ഹാൻഡ്സ്, ഫോർഹെഡ് സ്വെറ്റിങ്, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവും, ചില ആളുകൾക്ക് സ്റ്റൊമക് പെയിൻ വരും, പിന്നെ വായിലെ വെള്ളം വറ്റിപ്പോവും, ടോട്ടൽ ബ്ലാക്ക് ഔട്ട്. അതാണ് വേറെ ഞാൻ ആദ്യം അനുഭവിച്ചൊരു സംഭവമായിരുന്നു, ടോട്ടൽ ബ്ലാക്ക് ഔട്ട്. എന്താണ് പറയാ, ഒരു ഐഡിയ. ഞാൻ എവിടെയാണ് നമ്മുടെ ഇന്നസെന്റ് ഒരു സിനിമയെ പറഞ്ഞത്, ആരാ ഇവിടെ പടക്കം പൊട്ടിച്ചത് എന്ന് ചോദിച്ചാൽ ഇതിപ്പോ എന്താ ഇവിടെ നിൽക്കുന്ന രീതിയിൽ വരെ ബ്ലാക്ക് ഔട്ട് ആയി പോയ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാല് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംബ്ലിംഗ് ലെഗ്സ്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന സിംറ്റംസ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എവിടുന്നാണ് ഈ ഫിയർ ഉണ്ടാവുന്നത്? അവർ ബോഡി ഈസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് അസ്. അവർ ബ്രെയിൻ ഈസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് അസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമ്മളെ രക്ഷിക്കണം എന്ന് ബ്രെയിൻ അതിയായ ആഗ്രഹം ഉണ്ടാവും, അല്ലേ? അപ്പൊ നമ്മൾ ഈ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് ഈ പറഞ്ഞ ബാരിയേഴ്സ് ഒക്കെ അല്ലെ ഏതെങ്കിലും ഒന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ ബ്രെയിൻ വിൽ ഫീൽ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു സംതിങ് ഡേഞ്ചറസ്. നമ്മൾ എന്തോ ഒരു ഡേഞ്ചറിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ ഡേഞ്ചറിലേക്ക് പോകുന്ന പറഞ്ഞ ഫീലിംഗ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദർ ഇസ് എ ഹോർമോൺ കോൾഡ് അഡ്രിനാലിൻ ദാറ്റ് ഇസ് ഗെറ്റിംഗ്, അല്ലെ, നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ. ഈ അഡ്രിനാലിൻ ഹോർമോണിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രിപ്പയർ അവർ ബോഡി ടു ഫേസ് എനി ഡേഞ്ചർ. എന്തെങ്കിലും ഒരു ഡേഞ്ചർ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, അല്ലെ, അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു എക്സ്ട്രാ എനർജി നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കും. ഈ എക്സ്ട്രാ എനർജിയാണ് നമ്മൾ ഈ കാണുന്ന വിറയലായിട്ടും, അല്ലെ, ഈ എക്സ്ട്രാ എനർജി കാരണമാണ് ഈ വിറയലും പിന്നെ ഈ വേർക്കലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സംഭവിക്കുന്നത് മനസ്സിലാക്കി. എ ഗുഡ് സ്പീക്കർ, എ ഗുഡ് ഒറേറ്റർ, എ ഗുഡ് പ്രസന്റർ യൂസ് ദിസ് എക്സ്ട്രാ എനർജി ഇൻ ദെയർ വോയിസ്. അവരുടെ ശബ്ദത്തിൽ ഈ എക്സ്ട്രാ എനർജി അവർ ഉപയോഗിക്കും. അവർ കൈയും കാലും ഒക്കെ യൂസ് ചെയ്യുന്ന, കൈയും അവരുടെ ശരീരവും യൂസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നടക്കുന്ന രീതി, ഈ രീതിയിലൊക്കെ അവരുടെ എനർജി അവർ ചാനൽ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ചാനൽ ചെയ്യാൻ സാധിക്കണം. അല്ലാതെ ഈ പറഞ്ഞ പേടി ഉണ്ട് എന്നുള്ളത് എല്ലാവരും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പേടി ഇല്ലാത്തതായിട്ട് ആരുമില്ല. എവറിബഡി വിൽ ഹാവ്. പിന്നെ ഹൗ ദേ ഹാൻഡിൽ ദാറ്റ് എക്സ്ട്രാ എനർജി എന്നുള്ളതാണ് കാര്യം. ഈ എക്സ്ട്രാ എനർജി നമ്മൾ ഈ പറഞ്ഞ പോലെ കൈ യൂസ് ചെയ്യുന്നതിനോ നമ്മുടെ മൂവ്മെന്റിനോ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. നമ്മള് അരുണൊക്കെ ഒരു പക്ഷേ ഫുൾ ടൈം ഒരു മൈക്കിന്റെ മുമ്പിൽ തന്നെ ആയിരിക്കും സംസാരിക്കേണ്ടി വരിക, അല്ലെ, പല സമയത്തും. പക്ഷേ ഒരുവിധം പ്രസന്റേഷനുകളിലൊക്കെ സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ വി ഹാവ് ഫ്രീഡം ടു മൂവ് റൈറ്റ് നൗ. ഇപ്പൊ ടെഡിലാണെങ്കിലും ഒക്കെ ടോക്കിലൊക്കെ, അപ്പൊ ആ മൂവ്മെന്റിലൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഈ എനർജി നമുക്ക് ചാനൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഓവർകം ദിസ് സിംറ്റംസ്. ഈ പറഞ്ഞ സിംറ്റംസ് ഒന്നും വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. റൈറ്റ്? ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഫിയർ, എന്താണ് ബാരിയർ, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പം ഇനി വിൽ മൂവ് ടു ദി ഫസ്റ്റ് ഔട്ട്പുട്ട് ഫ്രം യുവർ സൈഡ്. കാരണം ഇത് ഇംപ്രൂവ്മെന്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഇപ്പം നമ്മൾ എന്ന് നോക്കില്ല, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പം എനിക്ക് നിങ്ങൾ ഓരോരുത്തർക്ക് റാൻഡമായിട്ട് സംസാരിക്കേണ്ട വിഷയം ഞാൻ പറഞ്ഞുതരാം. 1 second, let me minimize this. Okay, we are going to have an output session. Output session എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംസാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. The time for you is 1 minute. 1 മിനിറ്റ് ആണ് ഒരാൾക്കുള്ള സമയം. ഓക്കെ, എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 1 മിനിറ്റ് ആണ് സമയം. 1 മിനിറ്റ് ആണ് എല്ലാവരും. ഇതിനെ പറയാൻ പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ പറയാൻ മറന്നുപോയി. ഈ സമയത്തിന്റെ കാര്യത്തിൽ ഈ പ്രസംഗത്തിനും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് സമയത്തിന്റെ കാര്യത്തിലാണ്. ഇപ്പൊ പറയും പബ്ലിക് സ്പീക്കിംഗ് ഇസ് ലൈക്ക് ഗാംബ്ലിംഗ്, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കേഴ്സ് ആർ ലൈക്ക് ഗാംബ്ലേഴ്സിനെ പോലെയാണെന്ന് പറയാം. കാരണം ദേ വിൽ കണ്ടിന്യൂ പ്ലേ ഇഫ് ദേ വൺ ഓർ നോട്ട്. നമുക്കറിയാലോ, ഗാംബ്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ ജയിച്ചാലും തോറ്റാലും അവർ കളിക്കും, തോറ്റാലും കളിക്കും, ജയിച്ചാലും കളിക്കും, കളിച്ചുകൊണ്ടിരിക്കും.
അതേപോലെ തന്നെയാണ് നമ്മൾ സ്പീക്കേഴ്സും. വി വിൽ കണ്ടിന്യൂ വെദർ അവർ ഓഡിയൻസ് നമ്മളെ ലിസൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഓഡിയൻസ് കുറവാണോ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ലിസൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്താ വെച്ചാൽ എ ഗുഡ് സ്പീക്കർ, എ ഗുഡ് പ്രസന്റർ ഷുഡ് നോ വെൻ ടു സ്റ്റോപ്പ്. എപ്പോഴാണ് നിർത്തേണ്ടത് എന്ന് നമ്മൾ വളരെ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടറാണ്. Unlike gamblers, we should know when to stop. We should continue speaking, but we should know when to stop. ഓരോ ആളുകളും സിറ്റുവേഷൻ അനുസരിച്ച് ഇല്ലേ അരുണെ? ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രസംഗിച്ച് കത്തി വരുമ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാവും, ഇനി ഞാൻ ഇവിടെ നിന്ന് ഇത് പറഞ്ഞാൽ ഫുള്ള് കയ്യും കാലം കൊണ്ടേക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല എന്നൊരു ഫീലിംഗ് വരില്ലേ? അപ്പൊ അവിടെ നിർത്താൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ടൈമിന്റെ കേസ് ഞാൻ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഐ വിൽ ഗീവ് 1 minute ഫോർ ഈച്ച്. 1 minute ഈച്ച്. 1 minute, ഒരാൾക്ക് 1 minute ആണ് സമയം ഞാൻ തരുന്നത്. ആ 1 minute ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണം. അതായത് ഒരു 10 seconds കൊണ്ടോ അല്ലെങ്കിൽ 20 seconds കൊണ്ടോ നിങ്ങൾ പറഞ്ഞു നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ദിസ് ഇസ് നോട്ട് ടു ജഡ്ജ് യു. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഓക്കെ, ദിസ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് where we stand now and where we have to go എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ടോപ്പിക് ഞാൻ തരാം. ആ ടോപ്പിക് നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയുന്ന ടോപ്പിക്കാണ്. റൈറ്റ്? യു ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എളുപ്പമുള്ള സാധനമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. അതിൽ ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് ക്രിയേറ്റീവ് ആസ് പോസിബിൾ. വെറുതെ മൈ നെയിം ഈസ് ഇങ്ങനെ, എന്റെ പേര് ഇതാണ്, ഞാൻ എന്നതാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് അങ്ങനെ അല്ലാതെ യു ഷുഡ് ട്രൈ ടു മേക്ക് ഇറ്റ് ക്രിയേറ്റീവ്. സം വേ എങ്ങനെയെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഞാൻ സമയം തരാം. ഐ വിൽ ഗിവ് യു ഇപ്പൊ 8:25 ആയി. 8:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഐ വിൽ ഗിവ് യു 5 minutes ടു പ്രിപ്പയർ. 5 minutes ടു പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും കഴിയുന്നതും ഇതേപോലെ സെഷനിൽ വരുന്ന സമയത്ത് ഞാനൊരു സന്ധ്യ മേഡം എന്നോട് എക്സാമ്പിൾ തരാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എക്സാമ്പിൾ കൊടുക്കില്ല. കാരണം ഞാൻ എക്സാമ്പിൾ കൊടുത്താൽ എല്ലാവരും അതിന്റെ പിന്നാലെ വരും. അതുകൊണ്ട് there is no example. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അടുത്ത ആൾ അതേപോലെ തന്നെ ചെയ്യും. യു ആർ ഫ്രീ ടു തിങ്ക്. പിന്നെ കഴിയുന്നതും ക്രിയേറ്റീവ് ആവാൻ ശ്രമിക്കുക. റൈറ്റ്? ഇഫ് യു ക്യാൻ. ഇപ്പോൾ ചില ഇത് പറയാം, ചില സിറ്റുവേഷൻസ് പറയാം. അപ്പോൾ നിങ്ങളുടെ പേരിനെ വേറെ എന്തെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. റൈറ്റ്? അതായത് നിങ്ങളുടെ ക്യാരക്ടറിനെ അങ്ങനെ കമ്പാരിസൺ വെച്ച് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ 1 minute നിങ്ങൾ സംസാരിക്കണം. റൈറ്റ്? 1 minute സംസാരിക്കണം. ആൻഡ് യു ഷുഡ് ഹാവ് ദാറ്റ് എനർജിയോടെ സംസാരിക്കണം. അപ്പൊ ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളമായി ഞാൻ ഈ സംസാരിക്കുന്നത്. 1 മണിക്കൂറോളമായി ഞാൻ സംസാരിക്കുന്നു. അപ്പൊ ഈ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു നിമിഷം പോലും എന്റെ എനർജി താഴെ പോവാതിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു 1 minute, നിങ്ങൾ ഈ 1 minute ഒട്ടും എനർജി കുറയാത്ത രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. യു ഡോണ്ട് ഹാവ് ടു എന്താ പറയാ, യു ഡോണ്ട് ഹാവ് ടു പെർപ്പസ്ലി നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് എനർജി എടുത്ത് സംസാരിക്കണ്ട. പക്ഷെ നിങ്ങളുടെ ഒരു ലെവൽ, ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു സ്റ്റൈൽ ഓഫ് എനർജി ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. 1 minute ആണ് ടൈം. യുവർ പ്രിപ്പറേഷൻ ടൈം ഇസ് 5 minutes. 3 minutes ഉള്ളൂ. ഇനി കുഴപ്പമില്ലാത്ത മതിയാവും. 8:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യു ക്യാൻ സ്വിച്ച് ഓഫ് വീഡിയോ വൈൽ യു പ്രിപ്പയർ ആൻഡ് യുവർ എന്തെങ്കിലും സംശയം ഉണ്ടോ അതിന് മുമ്പേ? എനി ക്വസ്റ്റ്യൻസ്? സാലിബായ്? അല്ല, നമ്മള് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റില്ല, ബിസിനസിനെ പറ്റിയിട്ടൊക്കെ പറയേണ്ടി വരും. എന്തും പറയാം, നിങ്ങൾക്ക് എന്തും പറയാം. 1 minute തീരണം. എന്തും പറയാം. 1 minute കഴിഞ്ഞാൽ ഞാൻ മ്യൂട്ടാക്കും. ഇപ്പൊ ഇവിടെ സൂമിനുള്ള ഏറ്റവും വലിയ സുഖത് മറ്റു നമ്മൾ സ്റ്റോപ്പ് എന്നൊക്കെ പറയണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഞാൻ 1 minute കഴിഞ്ഞാൽ ഞാൻ മ്യൂട്ടാക്കും. അപ്പൊ ബിസിനസിനെ കുറിച്ച് പറയാം, എന്തും പറയാം. ഇനി അതാ ക്വസ്റ്റ്യൻ. അരുൺ? ഒന്നുമില്ല, അരുണ് സംശയമില്ല. ഷഫീഖ് സർ? ഓക്കെ. അപ്പോ ജസ്ന മാം, ജലജി ഓക്കെ അല്ലേ? സൂര്യ? ഓക്കെ. അപ്പോ യു ക്യാൻ സ്വിച്ച് ഓഫ് യുവർ വീഡിയോ ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. ഇപ്പോൾ 8:28 ആയി. ഒരു 9:32 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗോ ഹെഡ്. ടൈം ഫോർ പ്രിപ്പറേഷൻ. ഞാനും കുറച്ച് വെള്ളം കുടിക്കട്ടെ. ജസ്ന മാം എന്തെങ്കിലും സംശയമുണ്ടോ?
എങ്ങനെ ക്രിയേറ്റീവ് ആകും എന്ന് ആലോചിച്ചത്. അതെന്തായിരുന്നു നോ ഡൗട്ട്. Okay, try something funny. Go ahead. കുഴപ്പമില്ല. ജൽജ മാഡം വീഡിയോ ഓഫ് ചെയ്തിട്ടില്ലെങ്കിലും തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാ പ്രശ്നമില്ല, പ്രിപ്പയർ ചെയ്യാം. സംസാരിക്കാൻ ഒരു മിനിറ്റ് പറ്റുമോ? ഓരൊക്കെ
Okay, I'll give 1 more minute. 1 minute more. 1 minute more. 8:34 35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 minute more. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? സാലിബായ് സെറ്റ് അല്ലേ? ഇതൊക്കെ എന്ത് പക്ഷേ സമയം വരുമ്പോ എന്റെ പ്രശ്നം സമയം വരുമ്പോ എല്ലാം മറന്നു പോകും. അതാണ് ഇത് വേറൊരു കാര്യം കേട്ടോ. ഇത് ഓൺലൈൻ സെഷൻ ആണെന്ന് വിചാരിച്ച് നോക്കി വായിക്കരുത് ദയവ് ചെയ്ത്. അങ്ങനെ നോക്കി വായിക്കണ പരിപാടി വേണ്ട. ഓക്കെ, കാരണം ഇതില് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളെ ജഡ്ജ് ചെയ്യാനല്ല, നമ്മൾ ഇത് മനസ്സിലാക്കണം. നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. പ്രശ്നം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറിയാൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ആവും. പെർഫെക്റ്റ് ആവും. കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. പേടി കൊണ്ട് വരുന്നതാണ് ഇതൊക്കെ. എനിക്ക് സംസാരിക്കുമ്പോ ശരിക്കും ചിലപ്പോ വാക്ക് തന്നെ തൊണ്ടേ കൊടുക്കും സംസാരിക്കുന്ന സമയത്ത്. നമുക്ക് ശരിയാക്കാം. എന്തായാലും അതിൽ അൺനോൺ വണ്ണിൽ നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? ദയവ് ചെയ്ത് നോക്കി വായിക്കരുത്. സൂര്യ അത് മാറ്റി വെച്ചു. ജസ്ന മാം അടച്ചു വെച്ചോളൂ. ജലജ മാഡം ഓക്കെ ആണല്ലോ അല്ലെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. സ്ക്രീനിൽ വരുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യോ? ജലജ മാം പറയുന്നത് കേൾക്കുന്നില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? എന്താ അറിയോ, അവിടുന്ന് സുർജിത് ലാൽ അവിടുന്ന് ഓഫ് ചെയ്യിപ്പിച്ച് പോയിട്ടുണ്ട്, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വന്നു. ഓക്കെ, നോക്കി വായിക്കാൻ പാടില്ല ആരും. എനിക്ക് തോന്നുന്നു അരുണും പോലീസ് സ്റ്റേഷനിൽ പോയ സംശയം എനിക്ക്. നമ്മൾ കൂടുതലുള്ള ജനപ്രതിനിധി. റെഡി അല്ല അരുണേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. പിന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞ് ഒരാൾ പറയുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഉണ്ടാക്കി വെച്ചതിലേക്ക് നോക്കിയിരിക്കരുത്. നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടാ ചോദിക്കുക, ഈ പറഞ്ഞതിൽ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് ഇദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ഞാൻ നിങ്ങളോടാണ് ചോദിക്കുക. ഓക്കെ, അത് നിങ്ങൾ എന്തും പറയാം. യു ക്യാൻ ടെൽ എനിത്തിങ്. ഇപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ പരസ്പരം സഹായിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ഇമ്പ്രൂവ്മെന്റ് പോയിന്റ്സ് എല്ലാവരും ഷെയർ ചെയ്യണം. എന്റേത് ഞാൻ ഒരു പക്ഷേ ഇപ്പൊ പറയില്ല, 1-on-1-ലായിരിക്കും ഞാൻ കൂടുതൽ പറഞ്ഞു തരുന്നത്. എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ബി ലുക്ക് അറ്റ് ദിസ് സെഷൻസ് ലേറ്റർ ഓൾസോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എനിക്ക് തോന്നുന്നു timing, I'll keep the time. Sandhya ma'am, if you are free, can you check the time? Yes. I'm here and I would suggest we can put them on spotlight. മറ്റേത് സ്റ്റേറ്റിന് മുമ്പിൽ വരുന്നതിന് പകരം ഇപ്പൊ സ്പോട്ട്ലൈറ്റിൽ ഇട്ട് ഒരു മിനിറ്റ് വരെയും സ്പോട്ട്ലൈറ്റിലാ. അതെ. We'll do that. So let's start. Okay, great. So who is coming first? ആരാണ് ആദ്യം വരുന്നത്? Anybody can come. Bhumi Vitwagar. Yes, Salibhai, excellent. So let's start. എന്റെ പേരിപ്പോ എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഞാൻ കല്ലായി താമസിക്കുന്ന ആളാണ്, കോഴിക്കോട് കല്ലായി. വീട്ടില് വൈഫ്, 3 കുട്ടികൾ, അച്ഛൻ, അമ്മ, അങ്ങനെ ഇത്രയും പേരാണുള്ളത്. എന്റെ പഠിത്തം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിച്ചത്, മീൻചന്ത. അത് കഴിഞ്ഞു ഡിഗ്രി എടുത്തില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞ പാട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണ്. 16-17 വയസ്സായിട്ടുണ്ടാവും. അന്ന് ഇറങ്ങിയതാണ്. എൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽ ബിസിനസ്സാണ്, സിസ്റ്റർ ഭർത്താവിൻ്റെ കൂടെ. അന്ന് മുതൽ ഈ ഫീൽഡിൽ തന്നെയാണ്, വേറൊരു ഫീൽഡിലോട്ടും പോയിട്ടില്ല. അന്ന് മുതൽ ഈ ബിസിനസ് തന്നെയാണ്. ഇപ്പോൾ കോഴിക്കോട് മാങ്കാവ് ബൈപ്പാസിൽ 2004 സ്റ്റാർട്ട് ചെയ്ത ഷോപ്പാണ്, രണ്ടാമത് തുടങ്ങിയ ഷോപ്പാണ്. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. മേജർ ബ്രാൻഡുകളുടെ സിമെന്റിന്റെ സ്റ്റീലിന്റെ ഒക്കെ ഡീലറാണ്. അതുകൂടാതെ ഹോൾസെയിലായിട്ട് സിമെന്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി. ഓക്കെ, സലിബായ്, your time is up. ഓക്കെ, ഇനി ഇറ്റ്സ് ചാൻസ് ഫോർ അതേഴ്സ്. ബാക്കിയുള്ളവര് പറയുക, എന്താണ് സാലിബായ്ക്ക് ഒരു സജഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെ ആക്കാമായിരുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എനിവൺ, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാട്ടോ. നിങ്ങൾ ഇനി പറയാണ്ടിരുന്നാൽ ബാക്കിയുള്ളവർ പറയാണ്ടിരിക്കുന്നു വിചാരിക്കണ്ട.
നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കിട്ടാനുള്ളത് കിട്ടും. അതുകൊണ്ട് ധൈര്യത്തോടെ പറയുക. യെസ്, ഇവിടെ ഇപ്പൊ ഫസ്റ്റിലുള്ള ഇതാണ് നിങ്ങളെ ബാരിയർ ആണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ആരും എന്ത് ചെയ്യുന്നില്ല, ആ ഗ്രാവിറ്റി അവിടെ പിടിച്ചിരുത്തിരിക്കുകയാണ് ഇവിടെ. കറക്റ്റ്. അത് ഫീൽ ചെയ്താൽ മതി. ഇപ്പം സത്യസന്ധമായിട്ട് അത് ഫീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. യു ഹാവ് ടു ഐഡന്റിഫൈ എനിത്തിങ് ഇഫ് യു വാണ്ട് ടു. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ഡോക്ടർ നേരെ നിങ്ങളെ കണ്ടുകൂടാ, നിങ്ങൾക്ക് പനിയാണ് എന്നല്ല പറയുന്നത്. പുള്ളി ടെസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ എല്ലാ കാര്യവും. എന്നെ ചിലപ്പോൾ ചില ടെസ്റ്റുകൾക്ക് എക്സ്ട്രാ എഴുതും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യണം എവിടെയാണ് പ്രശ്നമുള്ളത്. അപ്പൊ അതിപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാലിബായിന്റെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് അത് കുറച്ചും കൂടി, പിന്നെ രാകേഷ് സാർ കുറച്ചും കൂടി അത് സ്പെസിഫിക് ആക്കിയെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് പിന്നെ എന്തായിരിക്കും ഒരു പിന്നെ ക്ലാരിറ്റി ഉണ്ടാവും. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് തന്നതിനാല്, ഇപ്പൊ ഇവിടെ സാലിബായ് ഒരു കാഷ്വൽ ടോക്ക് ആണ്. ലെറ്റ്സ് സേ ഇപ്പൊ അവരുടെ വീട്ടിൽ വന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ലെവലാണ് സാലിബായ് ഇത് ചെയ്തിട്ടുള്ളത്. ശരിയാണ് ഷെഫീഖ് സാർ, ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് സോറി. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറഞ്ഞത്. അതായത് നമ്മൾ പഠിക്കണമല്ലോ. ഇതിലിപ്പം ഒരു മിനിറ്റിൽ എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ളത് എനിക്ക് പറയാം. നിങ്ങൾ പേര് പറയുക, നിങ്ങളുടെ ഫാമിലി പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോട്ട് പറയുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയും. അത് സ്ട്രക്ചേർഡ് ആക്കി പറയുന്നത് നമ്മൾ. ഇതിപ്പോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ അതിന് ക്ലോസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ യു ആർ ഫ്രീ ടു ടോക്ക് എനിത്തിങ് ഞാൻ പറയാൻ കാരണം അതാണ്. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻട്രൊഡക്ഷൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത് സാലിബായ് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സാലിബായിന്റെ ഒരു ഇത് വെച്ചിട്ട് എന്തായാലും കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കാൻ നമുക്ക് അടുത്തതിൽ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിബഡി ഐ വാണ്ട് ടു ടോക്ക്, ആഡ് എനിത്തിങ്? സൂര്യ, കം ഓൺ, യു ആർ അബൌട്ട് ടു സേ സംതിങ്. ഇല്ല സർ, അങ്ങനെ പറയില്ലേ, എന്തോ ഒരു അഭിപ്രായം പറയാമെന്നായിരുന്നല്ലോ. ഇല്ല സാലിബായി ഞാൻ സംസാരിക്കണമായിട്ട് തന്നെ സംസാരിച്ചു. അപ്പൊ അതാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പ്രശ്നം തോന്നിയില്ല. ഇത് നമുക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് അതിലൊരു മാറ്റം വരണം. എനിബഡി വാണ്ട് ടു ആഡ് സംതിങ്? ആരെ പോയത്? ജൽജാന എന്നെ കാണണ്ടേ? കുഴപ്പമില്ല. എനിബഡി വാണ്ട് ടു ആഡ് സംതിങ്? ഇഫ് നത്തിങ്, we'll go to the next person. Who is next? ഭൂമിയുടെ ഗുരുത്വാകർഷണം ഭേദിച്ച് പുറത്തു വരാനുള്ള ശക്തി ആർക്കാണുള്ളത് നോക്കട്ടെ. അവസാനത്തെ ആളാകുമ്പോഴത്തേക്കില്ലേ എല്ലാരും അഭിപ്രായം പറയും, കാരണം അവനോന്റെ കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. Who is next? സാലിബായ്, anyway, appreciation to you. ഒരു സ്റ്റാർ പോയിന്റ് ടു സാലിബായ്. ഞാൻ ഓരോ സ്റ്റാർ പോയിന്റ് ഓരോരുത്തർക്ക് ഇടുന്നതാണ് ഈ പരിപാടിയുടെ ഇടയിൽ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഡേ വി വിൽ അനൗൺസ് an outstanding performer. അതൊരു പക്ഷെ നിങ്ങളുടെ സ്പീച്ച് ബേസ് ചെയ്ത് മാത്രമായിരിക്കില്ല. യുവർ പാർട്ടിസിപ്പേഷൻ, യുവർ റെഡിനെസ് ടു ഡു സംതിങ്, അല്ലെ, യുവർ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ പല കാര്യങ്ങളും ഫാക്ടർ വെച്ചിട്ടായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റാർ പോയിന്റ് ടു സാലിബായ് ഫോർ ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ടു ടോക്ക് ഫസ്റ്റ്. I'll go second. Okay, excellent. Just a minute. Okay. One second. Let me spotlight. Go ahead. Okay. Good evening, everyone. Here in front of you is Jasna Sainuddin. I'm an environmental engineer by passion and an entrepreneur by profession. I am a native of Trivandrum, that's the capital city of Kerala, and I moved to the city of spices, Calicut, 2 years back. My husband and I, we have an environmental consultancy. I'm a graduate and I have a master's in environmental engineering. Then about my family, I am a mother to a bubbly 5-year-old kid. You must have seen her because class session started and she was around here listening to the session. She got bored and then she went. She said, "You listen to it, I'm going." And coming to this session, oh, I'm done. Oh. Done. Your time is up. Thank you very much. You should know when to stop, and especially when there is timekeeping here. You should know 1 minute. See, it's obvious. ഫസ്റ്റ് സെഷനിൽ ഇത് സംഭവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത്. എനിവേ, യെസ്, സോറി, യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. അല്ല, ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ വിട്ടുപോയി. വിട്ടുപോകണമല്ലോ. Because I want to say പറയണ്ടോ.
വിട്ടു പോണല്ലോ, അപ്പൊ നല്ല എനിക്ക് തന്നെ പറയണ്ടാവുള്ളൂ അല്ലേ? യെസ്, എനിബഡി വാണ്ട് ടു ഗിവ് സം പോയിന്റ്സ്, ഗിവ് സം ഇംപ്രൂവ്മെന്റ് സജഷൻസ് ടു ജസ്ന മാം? ഗോ ഹെഡ്. നമ്മള് നെഗറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ നിർബന്ധമില്ല കേട്ടോ. യു ക്യാൻ ഗിവ് സം അപ്രീസിയേഷൻ ഓൾസോ ഫോർ സംതിങ് പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും അപ്രീസിയേഷൻ കൊടുക്കാം. യെസ് അരുൺ, ഗോ ഹെഡ്. ഈ മാഡത്തിന്റെ ഒരു ക്വാളിറ്റി, മാഡം ഫുള്ള് ചിരിച്ചോണ്ടാണ് സംസാരിച്ചത്. അത് എന്തായാലും കേൾക്കുന്നവർക്ക് കൂടുതൽ നേരം കേട്ടിരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുന്നുണ്ട്. അത് സത്യം തന്നെ, ആ ഒരു അഭിപ്രായമുണ്ട്. സമയത്തില് ചെറിയ പ്രശ്നമുണ്ട്, പറയാൻ വിചാരിച്ച പറഞ്ഞില്ല, സമയത്തിനുള്ളിൽ വിട്ടുപോയി നമ്മള്. യെസ് സാലി, ജിൻഷോ സാർ എന്തോ പറയാൻ വന്നല്ലോ? നിങ്ങൾ സ്വന്തം സാധനം പ്രിപ്പയർ ചെയ്യണോ? അല്ലല്ല. ഓക്കെ, ഞാൻ വിചാരിച്ച അതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞു കേട്ടോ, പറയാൻ ആക്ഷൻ കണ്ടപ്പോഴേ. ജലജ മാം എന്താണ് അഭിപ്രായം? ജലജ മാമിന്റെ അഭിപ്രായം എന്താണ്? നല്ല ഇതുവരെ ഉള്ളതൊക്കെ നല്ലതായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വരാനുള്ളത് ഞാനാണല്ലോ അല്ലേ? ഞാൻ ഞാനെങ്ങനെയാണുള്ളതെന്നൊക്കെ അറിയില്ല, അറിയില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം, എനിക്കറിയില്ല. എന്താ ഇവിടെ ഒരു അബദ്ധവും ഇല്ല, ഇവിടെ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ചെയ്യണം. എനിവേ, സെക്കൻഡ് വൺ, ഐ മീൻ സെക്കൻഡ് പേഴ്സൺ ടു സ്പീക്ക്, ജസ്ന മാം. ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് എക്സലന്റ്. ഈ പറഞ്ഞ പോലെ തന്നെ ബീങ് പോസിറ്റീവ് വൈൽ സ്മൈലിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പക്ഷേ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇതില് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഒരു സാധനം വരും. നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യമാണ്, ഏറ്റവും ലാസ്റ്റ് സെഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പൊ അതുവരെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഏത് രീതിയിൽ ചെയ്യിച്ചിട്ടോ സീരിയസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സംസാരിച്ചോളൂ. പക്ഷെ ഇൻ ബിറ്റ്വീൻ വിൽ ഹാവ് ദാറ്റ് സെഷൻ. അതിൽ പല സമയത്തും പല സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഹൗ ഇമ്പോർട്ടന്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് ഇപ്പം സന്ധ്യാമാം പറഞ്ഞു. ഞാനൊരു ഓതർ ആണ്. ഓതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാമാം ബുക്ക് എഴുതിയ ഓതറാണ്, ഞാൻ ബുക്ക് എഴുതാതെ ഓതർ ആയാലാണ്. ബുക്ക് എഴുതാതെ ഓതർ ആവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സർട്ടിഫിക്കേഷനുള്ള കോഴ്സുകൾ ഓതർ ചെയ്യാം. അപ്പൊ ഞാൻ അതിന് ഓതർ ചെയ്ത ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ബിയോണ്ട് വേർഡ്സ് എന്നാണ് ഞാൻ ഓതർ ചെയ്ത കോഴ്സിന്റെ പേര്. ബിയോണ്ട് വേർഡ്സിൽ ഫോക്കസ് ചെയ്തത് 2 hour സെഷൻ ആണ്. ഈ 2 hour സെഷൻ കംപ്ലീറ്റ്ലി ഓൺ ബോഡി ലാംഗ്വേജ് ആണ്. ആ ഒരു സെഷൻ ആണ്, ആ ഒരു മോഡ്യൂളാണ് ഞാൻ ഓതർ ചെയ്തിട്ടുള്ള ഒരു മോഡ്യൂൾ. അത് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡ്യൂളാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പല കോളേജസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ, ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ബോഡി ലാംഗ്വേജ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കുക. അപ്പൊ ലാസ്റ്റ് ഡേ വി വിൽ ഹാവ് എ തറോ സെഷൻ ഓൺ ബോഡി ലാംഗ്വേജ്. അത് നിങ്ങളുടെ ജസ്റ്റേഴ്സും ഓരോ കാര്യങ്ങളും. അപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ഈ പറഞ്ഞ പോലെ സ്മൈലിംഗ് ഇസ് വൺ വെരി പോസിറ്റീവ് തിങ് ആൻഡ് വെൽ ഡൺ ജസ്ന മാം. അപ്പാർട്ട് ഫ്രം എന്തായിരുന്നു പറയാൻ വിചാരിച്ചത് അത് പറഞ്ഞോളൂ, ഇനി സമയം കഴിഞ്ഞെങ്കിലും. Because I wanted to say about why I came for this session, because like as everybody said, whenever ഒരു പബ്ലിക് സ്പീക്കിംഗിന് വരുമ്പോഴത്തേക്കും ഐ ഓൾവേസ് ഹാവ് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. അപ്പൊ അതൊന്നും മാറ്റിയിട്ട് ഐ നീഡ് ടു ബി കൂൾ. ആ ഒരു ചേഞ്ച് വേണം ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ സെഷൻ ജോയിൻ ചെയ്തത്. എക്സലന്റ്. സി, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. നമ്മുടെ ലാസ്റ്റ് സെഷൻ ഇൻ പേഴ്സൺ സെഷൻ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പോസിബിൾ ആണെങ്കിൽ അല്ലെ, അപ്പോഴത്തേക്ക് നമ്മുടെ ലോക്ക്ഡൌണും പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുകയാണെങ്കിൽ. എനിക്കറിയാം മെജോറിറ്റി ഓഫ് യു ആർ ഇൻ കാലിക്കറ്റ്, ഒരുവിധം എല്ലാവരും മെജോറിറ്റി ആർ കാലിക്കറ്റ്. ഷെഫീഖ് സാറും അരുണും കണ്ണൂരും വയനാടുമാണ്. ജസ്ന മാം ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രത്ത്, ഐ ജസ്റ്റ് കെയിം ലാസ്റ്റ് വീക്ക്. ട്രിവാൻഡ്രത്താണ്. ഐ വിൽ ബി ഹിയർ ഫോർ a few months actually. I'll be here. Okay. Let's see. പറ്റുവാണെങ്കിൽ പോസിബിൾ വി വിൽ മേക്ക് ദി ഫൈനൽ സെഷൻ ഇൻ പേഴ്സൺ സെഷൻ. അതാവുമ്പോൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഔട്ട്പുട്ട്, നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Right. Let's, okay, appreciation to Jasna ma'am. Good job. Who is next? അടുത്തത് ആരാണ്? ഞാൻ പറയാം. Okay, thank you Shafiq sir. Go ahead. Start. Let me ഒരു second, sorry. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ you still have 5 more seconds to go, and when I say this is where you have cut. That's all. Okay. Start. Yeah, hi all. Good evening. This is Mohammed Shafiq here. I'm from Kannur, and I'm having a company called ILG International, and I'm working as a CEO of this company. And we do have a geospatial consulting. Okay, we have an office in Cochin and Kannur and Chennai. Yeah, this is all. And then I'm basically a computer graduate.
Okay, and I did my job last year in Trivandrum. Okay, thank you. You still have 30 more seconds. Okay, I thought it is finished already. Anyway, Go there ahead, is speak. Okay. Okay, അതിലൊരു connection loss ആയി എനിക്ക്. I'll just repeat it again this session itself. Okay, later on. Okay, definitely. But you spoke about 40 seconds, including ഈ പറഞ്ഞ സാധനം കൂടി കൂട്ടിയിട്ട് 40 സെക്കൻഡിൽ മാത്രമാണ് സംസാരിച്ചത്. 1 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, 1 മിനിറ്റ് ഒക്കെ ഇത്ര വലിയ സമയമല്ലല്ലോ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ പോലെ. ഇതില് വാട്ട് ഐ ഡിഡ് മീൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഒരു ഓപ്പൺ സ്റ്റേജ് കിട്ടിയാൽ എങ്ങനെ എനിക്ക് സംസാരിക്കാന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ്. എക്സലന്റ് ഗുഡ്. പക്ഷെ മനസ്സിലായല്ലോ അല്ലെ, ഓപ്പൺ സ്റ്റേജ് കിട്ടിയ സംസാരിക്കുന്ന സമയത്ത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്നറിയോ? സോറി ടു ഇന്ററപ്റ്റ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇപ്പൊ ഷഫീഖ് സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കാഷ്വൽ പ്ലാറ്റ്ഫോമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കും അവിടെ ചെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിക്കും അല്ലെ. കുറെ സാധനം നമുക്ക് അതൊക്കെ പറയാലോ, ഇതൊക്കെ എനിക്ക് അറിയാലോ. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും വലിയൊരു അപകടം പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഐ എം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഞാനൊരു ഡെവലപ്പറാണ്. ദെൻ ഐ മൂവ്ഡ് ഇൻ ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ട്രെയിനിങ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ട്രെയിനിങ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള ട്രെയിനിങ്സ് ചെയ്യാൻ കൊടുക്കും, അവരെ ഒരു പ്രൊജക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ ഇതെനിക്ക് അറിയുന്ന വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടികളെ ഒരു ബാച്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 or 6 hours എനിക്ക് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യാതെ തന്നെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇതേ എക്സ്പീരിയൻസ് വെച്ച് ഐ വെന്റ് ടു സിംഗപ്പൂർ. എനിക്ക് സിംഗപ്പൂർ ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന് അവസരം കിട്ടി. അവിടെ ചെന്ന സമയത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് സ്റ്റുഡൻസ് ആണ്. ദേ ആർ വെരി സ്പെസിഫിക്. അവർക്ക് മോഡ്യൂളൊക്കെ ആദ്യമേ കൊടുക്കും, അതായത് ഇന്ന കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് എന്ന് കൊടുക്കും. പക്ഷെ ഷഫീഖ് സാറിന് അറിയുന്നുണ്ടാവും ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 6 മണിക്കൂർ ഒരു 3 hours ആയിട്ടുള്ള സെഷനാണ്. ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. വിത്തിൻ 2 hours എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു. അതായത് നമ്മുടെ നാട്ടിൽ കുട്ടികൾ 6 മണിക്കൂർ പഠിപ്പിക്കുന്ന സാധനം അവിടെ എത്തിയിട്ട് 2 മണിക്കൂർ കൊണ്ട് തീർന്നുപോയി. അതിന്റെ കാരണം എന്താണെന്നറിയോ? അവരിതൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. ഇന്ന് സാർ എന്താ ക്ലാസ്സിൽ എടുക്കാൻ പോകണമെന്നുള്ളത് അവര് ഗൂഗിളിൽ നോക്കിയിട്ട് അവര് ബുക്കൊക്കെ റെഫർ ചെയ്ത് പഠിച്ചിട്ടാണ് വരിക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് എക്സ്ട്രാ ആയിട്ട് എന്ത് ക്ലാസ് നിന്ന് കിട്ടുന്നതാണ്. ഡിമാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡിമാൻഡിങ് ആണ് ചൈനീസ് പീപ്പിൾ. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ എന്തായി, എന്റെ 6 മണിക്കൂർ സെഷൻ കഴിയാനുണ്ട്, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിലുള്ള സാധനം തീർന്നു. സോ എവ്രിവെയർ വി ഹാവ് ടു എക്സ്പെക്ട് ദിസ്. നിങ്ങൾ എവിടെ എന്ത് സംസാരിക്കാൻ പോവുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സാധനം ഒരു പക്ഷേ മേ നോട്ട് ബി സഫിഷ്യന്റ്. ഷഫീഖ് സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ് നമുക്ക്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഷഫീഖ് സാറിനെ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ എക്സാമ്പിൾ. ഇപ്പോൾ ജലജാമയമാണെങ്കിലും പല സ്ഥലങ്ങളിലൊക്കെ ഇതിപ്പോ എനിക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ചാലും അവിടെ ചെല്ലുമ്പോൾ ഒരു മണിക്കൂർ സംസാരിക്കേണ്ട സമയത്ത് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് തീർന്നു. അപ്പൊ എനി ടൈം എവറി ടൈം if you are going for a 5-minute speech, prepare something for 15 minutes. കാരണം ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ പോവും, പിന്നെ നമ്മളെ പേര് വിളിക്കുമ്പോൾ പകുതി വീണു പോവും. നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മളൊന്ന് എല്ലാവരും നോക്കുമ്പോൾ അതിന്റെ ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് വീണു പോവും. അപ്പൊ വീട് പോയിട്ട് ലാസ്റ്റ് 10% നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ അവിടെ എത്തുമ്പോൾ. അല്ലേ? ജലജാവൻ ചിരിക്കുന്നുണ്ട്. അനുഭവം ഉണ്ട് അല്ലേ? അതാണ് ഒരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 20 മിനിറ്റ് ഉള്ള സാധനം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എന്നുള്ളത് എല്ലാവരും ഇപ്പൊ തന്നെ നോട്ട് ചെയ്തോളുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഷഫീഖ് സാറിനെ ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി വിളിക്കും. 1 മിനിറ്റ് ഫുള്ള് സംസാരിക്കണം. ഓക്കെ, റെഡി? അപ്പൊ എനിബഡി വാണ്ട് ടു ആഡ് എനിത്തിങ്? ഷഫീഖ് സാർ പറഞ്ഞതിൽ എനി പോയിന്റ്സ് ദാറ്റ് യു വാണ്ട് ടു ആഡ്? ഓൾ ഗുഡ്. ജിൻഷോ ഭായ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ ക്രിയേറ്റിവിറ്റി എത്തുന്നില്ല. അതാരും ചെയ്തിട്ടില്ല. അത് എനിക്ക് പ്രതീക്ഷയുള്ള ഒരാളുണ്ട്, ജിൻഷോ ഭായ്. എനിക്ക് ഭയങ്കര പ്രതീക്ഷ. ജിൻഷോ ഭായിന്റെ 30 സെക്കൻഡ് പ്രസന്റേഷൻ ഗംഭീരമാണ്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ, സോ ഹു ഈസ് നെക്സ്റ്റ്? ആരുമില്ലേ? ആരുമില്ലെങ്കിൽ ഞാൻ ചെയ്യാം. ആരുമില്ലെങ്കിലും നിങ്ങൾ ചെയ്യണം. വരൂ ജിൻഷോ ഭായ്, 1 second. Let me put you on spotlight. പിന്നെ അഭിപ്രായം പറയാണ്ടിരിക്കരുത്, എല്ലാവരും അഭിപ്രായം പറയണം. എനിക്കറിയാം ഇത് ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ടാണ്. 2ാമത്തെ സെഷനിൽ നോക്കിക്കോളൂ. നിങ്ങൾ ഒരാൾ പറയുന്നതിന് ഏറ്റവും ചുരുങ്ങിയ 5 അഭിപ്രായം ഒരാൾ പറയും. യെസ് ജിൻഷോ ഭായ്, യു ക്യാൻ സ്റ്റാർട്ട്. Hi friends,
മൈസെൽഫ് ജിൻസോ. ഞാൻ ചക്കിട്ടപ്പാറ എന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ എൻ്റെ പേരൻസ് ഉണ്ട്, വൈഫുണ്ട്, 3 പിള്ളേര്. ഞാൻ ചക്കിട്ടപ്പാറയിൽ നിന്നും ഡെയിലി കാലിക്കറ്റ് വരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കാലിക്കറ്റിൽ V3 പ്ലൈവുഡ്സ് എന്ന സ്ഥാപനത്തിന്റെ ഒരു മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഞാൻ അഡോറിയ ഡിസൈൻസ്, ബേസിക്കലി ഞാനൊരു ഇന്റീരിയർ ഡിസൈനർ ആണ്. ഞാൻ അഡോറിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ 2 സ്ഥാപനങ്ങൾ കൂടി ഞാൻ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഡെയിലി ചക്കിട്ടപ്പാറയിൽ നിന്നും കാലിക്കറ്റിൽ വരെ ദിവസം 50 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വ്യക്തിയാണ്. മാക്സിമം ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരത്തേക്ക് ഞാൻ ചക്കിട്ടപ്പാറയിൽ നിന്നും കാലിക്കറ്റിലേക്ക് പോയി വരുന്നത്. കാരണം വെച്ചാൽ നാടിന്റെ സൗന്ദര്യം ഞാൻ എപ്പോഴും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരൻസിനെയും വൈഫിനെയും ഒക്കെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഡെയിലി അവിടെ ജോലിക്ക് വരുന്നതും. അതുപോലെ തന്നെ എന്താണെന്നറിയില്ല, ഞാൻ മാക്സിമം എൻ്റെ ഫ്രണ്ട്സ് ഞാൻ ഓരോ ദിവസവും കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് മാക്സിമം എൻ്റെ അടുത്തുനിന്ന് ഇതുവരെയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു വലയം എന്ന് പറയുന്നത് എനിക്ക്. ഐ ഹാവ് മ്യൂട്ടഡ് യു. അത് 1 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ടാണ്. സ്പീക്കർ ഷുഡ് നോ വെൻ ടു സ്റ്റോപ്പ്. 1 മിനിറ്റ് അത് കുഴപ്പമില്ല അല്ലെ? ജിൻഷോഭായ് വളരെ രസകരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് 1 മിനിറ്റില് ഒരു 10 സെക്കൻഡ് പോയത് എങ്ങനെയാ പറയുന്നത്? കോഴിക്കോട് നിങ്ങൾ 2 പ്രാവശ്യം വണ്ടി ഓടിച്ചു വന്നു. യു ഹാവ് റിപ്പീറ്റഡ് ദി കണ്ടന്റ്. പക്ഷെ അത് എനിക്ക് ഉറപ്പാണ് ജിൻഷോഭായ് ആ ചെയ്യുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, കോഴിക്കോട് വരെ ഡ്രൈവ്, അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയല്ലോ റിട്ടറിക് റിപ്പീറ്റിംഗ് ഒക്കെ സ്പീച്ചിന്റെ പല ടെക്നിക്കുകളാണ്, വിച്ച് വി വിൽ ഡിസ്കസ്. ആളുകളുടെ മനസ്സിലേക്ക് ചില പോയിന്റ്സ് തറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് വി വിൽ യൂസ് റിപ്പീറ്റേഷൻ ടെക്നിക്, റിട്ടറിക് പോലെ. പിന്നെ അതുപോലെ ചില സമയത്ത് നമ്മൾ മൂന്ന് സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അപ്പോ അതൊക്കെ ഞാൻ ചിലപ്പോൾ പറയുന്നതിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും. നിങ്ങൾ ഇനിയാണ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില സാധനങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ ഞാൻ ചിലപ്പോൾ 2 രീതിയിലും 3 രീതിയിലൊക്കെ പറയും. അതൊക്കെ ഒരു ടെക്നിക്കാണ്, സ്പീച്ച് ടെക്നിക്സ് ആണ്. എനിവേ ജിൻഷോഭായിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഇനി ഞാൻ പറയുന്ന ആ അഭിപ്രായം നിർബന്ധമായിട്ടും പറയണം. സൂര്യ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞേ പറ്റും. അഭിപ്രായം പറഞ്ഞോണ്ട് പറയാം. ഇല്ലെങ്കിൽ നീ കേട്ടെ. മൊത്തത്തില് നല്ല പോസിറ്റീവ് ആയിരുന്നു. നല്ല ഒരു തിരിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയതുകൊണ്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു സുഖം. പ്രത്യേകിച്ച് ആ നാടിനോടുള്ള അറ്റാച്ച്മെന്റ് അതെല്ലാം പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ തന്നെ കൺവേ ചെയ്തിട്ട് ആ ഒരു പോസിറ്റിവിറ്റി നല്ലോണം ഫീൽ ചെയ്തിട്ട് അതാണ് എനിക്ക് എക്സലന്റ്. അതായത് നാടിനെ സ്നേഹിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെല്ലാവരും വിശ്വസിച്ചു പോയി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വളരെ എക്സലന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ക്രിയേറ്റിവിറ്റി വന്നിട്ടില്ല. സി വൈ ഐ ആം ടെല്ലിങ് യു ടു ബി ക്രിയേറ്റീവ് ഹിയർ. ഇതിൽ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് when you are in a group, if you want to stand out, you have to grab attention. It's very 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 obvious. You have to grab attention. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ BNI പോലുള്ള പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും, അത് ഞാൻ BNI പറയാൻ കാരണം ഇവിടെ BNI ആൾക്കാരുള്ളത് കൊണ്ടാണ്. പൊളിറ്റിക്സിലാണെങ്കിലും ഇപ്പൊ അരുണിനെ പോലുള്ള ആളുകളാണെങ്കിലും എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, എന്തെങ്കിലും സംസാരിക്കില്ല, വ്യത്യസ്തനായിട്ട് എങ്ങനെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിലാണ് യു ആർ ഗോയിങ് ടു സ്റ്റാൻഡ് ഔട്ട്. അപ്പൊ അതിനാണ് വെറുതെ ആണെങ്കിലും ഈ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും എങ്ങനെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ പറയാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ആൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി ജിൻഷോഭായിന്റെ അതിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? സന്ധ്യ മാം, യു ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട്. എനിവേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അപ്പൊ ഇത് സംസാരിക്കാം. ജിൻഷോഭായ് നന്നായിരുന്നു. പക്ഷെ ഇതിലേക്കാട്ടിലും അപ്പുറം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഞാൻ ആദ്യത്തെയോ 2ാമത്തെ പ്രാവശ്യമോ BNI മീറ്റിംഗിൽ ഇങ്ങനെ വളരെ വേറെന്തോ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഒരാളിങ്ങനെ ബാക്കിൽ കൂടെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ലോക്ക്ഡൌണിന്റെ ഒരു കാലഘട്ടമാണ്. ലോക്ക്ഡൌൺ ആയ സമയത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ലൊരു അടുക്കള നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. ആ അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഏതൊരു പ്ലൈവുഡിനും നിങ്ങൾക്ക് സമീപിക്കാം എന്ന് പറഞ്ഞ് 30 സെക്കൻഡോടെ അതിഗംഭീരമായി പ്രസംഗിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാൻ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശ്രദ്ധിച്ചിരുന്നത് അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ ഇതിലും അധികം കാലിബർ ഉണ്ടെന്ന് എന്ന് തോന്നുന്നു. പിന്നീട് ഈ ഒരു മിനിറ്റ് നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു ഏരിയ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വ്യത്യസ്തമായി പറയാൻ നോക്കിയാൽ, അതായത് ഞങ്ങൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ
സാധിക്കണം. പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ BNIയോ അല്ലെങ്കിൽ JCI അല്ലെങ്കിൽ എനി അതർ പ്ലാറ്റ്ഫോം നിങ്ങൾ പറയുമ്പം എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്വരം കേൾക്കുമ്പം പെട്ടെന്നൊന്ന് എന്താ അത് പറഞ്ഞതെന്നുള്ളതൊന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതർവൈസ് ജിൻഷു സർ ഓവറോൾ അതായിരുന്നു, സമയം ഒന്നും കൂടി ഒന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു എന്ന് മാത്രം. താങ്ക് യു വെരി മച്ച്. സോ ജസ്ന മാം ഒന്നും പറയാനില്ല. അടുത്ത ആളെ പറ്റിയിട്ട് അടുത്ത ആള് സംസാരിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം പറയേണ്ടത് ജലജ മാമും ജസ്ന മാമും ആണ്. അപ്പൊ അടുത്ത ആള് പറയേണ്ടത് അരുണോ സൂര്യയോ ആണ്. അരുൺ ഓർ സൂര്യ, ഗോ അഹെഡ്. Come on. അല്ല, അത് ചേട്ടൻ തന്നെ പറയട്ടെ ആരാച്ച. ഞാൻ നേരെ കയറി പറയില്ല. സൂര്യ, ഗോ അഹെഡ്. എന്റെ പേര് സൂര്യ. ഞാനൊരു വോക്കൽ കമ്പോസറാണ്, ഒരു അസ്പയറിംഗ് മ്യൂസിക് പ്രൊഡ്യൂസറാണ്, മലയാളത്തിൽ പറഞ്ഞ പാട്ടുകാരനാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കർണാട്ടിക് പഠിക്കുന്നുണ്ട്. 2.5 കൊല്ലമായിട്ട് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച് വരുന്നൊരു ആളാണ്. ഞാനിവിടെ എത്താനുള്ള കാരണം സന്ധ്യ മാം എന്നെ ഈ ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞു, ഈ ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിനെ പറ്റി അറിയാൻ സാധിച്ചത്. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ആൾക്കൊന്നും മനസ്സിലാവാറില്ല. അപ്പൊ അങ്ങനെ പലപ്പോഴും എന്ന് ചോദിച്ചിട്ട് അതിന് ഉത്തരം കൊടുത്തിട്ടാണ് മിക്കവാറും ഇന്ററാക്ഷൻ വരാറുള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടതിന്റെ പിന്നിലുള്ളൊരു കഥ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ അച്ഛൻ്റെ പേര് അച്ഛൻ KK രാജഗോപാലൻ, അമ്മ KS ശാന്തി. 40 seconds. കഴിഞ്ഞു. 45 seconds. Come on. You can sing a song. Go ahead. ആണോ? പിന്നെന്താ, ഇനി അതിന് ശ്രുതി പിടിക്കാൻ 10 മിനിറ്റ് എടുക്കരുത്. ഇല്ല. ഗുഡ്. മലരെ നിലമലരെ പ്രഭാകിരണം വരായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കെടാതെ നാണനെ പാടൂ നീ നിലമലരെ നിലമലരെ പ്രഭാകിരണം വരായി. എക്സലന്റ്, അടിപൊളി, ഗ്രേറ്റ്. അപ്പൊ താങ്ക് യു സൂര്യ. ഈ പറഞ്ഞ ഇപ്പൊ സൂര്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശരിക്കും സൂര്യന്റെ ഒരു പാട്ടോ സൂര്യ എന്ന് വെച്ചിട്ടുള്ള ഒരു പാട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ സൂര്യ ചോസ് ടു ഗോ ഇൻ എ ട്രഡീഷണൽ നോർമൽ വേയിലേക്ക് പോകാൻ ശ്രമിച്ചു. ഇനി അടുത്തത് എന്തായാലും എന്തെങ്കിലും പറയുന്ന സമയത്ത് ട്രൈ ടു ബി ഡിഫറെന്റ്, ട്രൈ ടു പുട്ട് യുവർ വേർഡ്സ് ഇൻ എ ഡിഫറെന്റ് വേ. അതാണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ വേ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, ട്രൈ ടു പുട്ട് യുവർ വേർഡ്സ് ഇൻ എ ഡിഫറെന്റ് വേ. ഇനി ജസ്ന മാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ച കാര്യമായിരുന്നു സർ പറഞ്ഞത്. ബിക്കോസ് ഹീസ് ഗോട്ട് ദ ടാലന്റ്. അപ്പൊ അത് നമുക്ക് ആദ്യമേ നമ്മുടെ ടാലന്റ് പുറത്ത് അറിയിക്കുമ്പോഴത്തേക്കും ലൈക്ക് അത് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഹിഷ്രാഫ് ആ ഒരു പാട്ട് പാടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ആരിനേക്കാളും പെട്ടെന്ന് കുറച്ചുകൂടി ക്യാച്ച് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഐ തോട്ട്. അതർ ദാൻ ദാറ്റ് നമ്മള് അതായിരുന്നു എനിക്ക് കുറച്ചൊന്ന് ക്രിയേറ്റീവ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. That you already said. അതായിരുന്നു. ജലജ മാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അരുണിന്റെ പാട്ട് നന്നായിരുന്നു. അരുണല്ല, സൂര്യ. സൂര്യയുടെ പാട്ട് നല്ല ഇനി നന്നാവുന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ഗ്രേറ്റ്. സൂര്യനോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. സൂര്യ കുറച്ചും കൂടി വായ തുറന്ന് സംസാരിക്കണം. ഓക്കെ, ഞാൻ പറയാൻ വരുന്നൊരു ഇത് ഫസ്റ്റ് ഞാൻ പറയാണ്, ഇത് യു ഹാവ് ടു നോട്ട്. ഇഫ് യു ചേഞ്ച് ദാറ്റ് അലോൺ 90% ഓഫ് യുവർ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇൻഹിബിഷൻ ഉണ്ടല്ലോ, അത് മാറിക്കിട്ടും. ഓപ്പൺ ആൻഡ് ടോക്ക്, ഓപ്പൺ യുവർ വോയിസ് ആൻഡ് സ്പീക്ക് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഒന്നും ആരും നെഗറ്റീവ് ഒന്നും അല്ല കേട്ടോ. ദിസ് ഇസ് സംതിങ് വിച്ച് യു ക്യാൻ ഇംപ്രൂവ് എന്നുള്ളതാണ്. യു ഓൾ ആർ ഗുഡ് അറ്റ് വാട്ട് യു ആർ ഡൂയിങ്, യു ഓൾ ആർ ഗുഡ് അറ്റ് ദ വേ യു സ്പീക്ക്. ബട്ട് ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. സോ ആ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. യു ഹാവ് ടു എനിബഡി, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഇപ്പൊ സാലിബായി ആണെങ്കിലും കുറച്ചും കൂടി ഒന്ന് എന്താ പറയാ, ഒന്ന് എനർജിയോടെ ഇരുന്ന് വായ തുറന്നിങ്ങനെ അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് വിൽ ബി വെരി ഡിഫറെന്റ്. കേൾക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടായിരിക്കും. നൗ ഹൂ ഈസ് നെക്സ്റ്റ്? വി ഹാവ് ഓൺലി 2 people ലെഫ്റ്റ്, ജലജ മാം ആൻഡ് അരുൺ.
അരുണ് പിന്നെ എന്താ വെച്ചാല് പ്രാസംഗികനാണ് എന്നുള്ളത് എനിക്കറിയാം. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അരുൺ എല്ലാരും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരിക്കും. അരുണെ, ഹൂ ഇസ് നെക്സ്റ്റ്? രണ്ടുപേരിൽ ആർക്ക് വേണമെങ്കിലും പറയാം. ഞാൻ പറയാ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്താ ഇത്, നമ്മൾ പണ്ട് സ്കൂളിൽ യുവജനോത്സവത്തിനൊക്കെ പോണവര് എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു നമസ്കാരം. പ്രശ്നമില്ല. ജലജ മാം, ഒരു പ്രശ്നമില്ല, ഇവിടെ തെറ്റുകളൊന്നുമില്ല, നിങ്ങൾ പറയുന്നതാണ് ശരി. ഗോ ഹെഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചേളന്നൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ CDS ആയിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഭർത്താവ് കേരള സോപ്സിലായിരുന്നു. അത് പൂട്ടിയതിന് ശേഷം ഗോളിയറൈൻസിൽ കിട്ടി. ഇപ്പം ഇതായിട്ടുണ്ട്. 2 മക്കളെയും കല്യാണം കഴിച്ച് 2 പേരക്കുട്ടികളുണ്ട്. പിന്നെ ഒരാള് ഗൾഫിലാണ്, ഒരാൾ സുർജിത്താണ്, ഒരാൾ ദിൽജിത്താണ്. പിന്നെ എനിക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും, പക്ഷെ അത് മറന്നു പോവും. എനിക്ക് പെട്ടെന്ന് കിട്ടൂല, ഒരു വാക്ക് കിട്ടാത്ത ഒരു രീതിയിലാണ്. അതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നോട് പറയും പെട്ടെന്ന് ആശംസ പറയും, അല്ലെങ്കിൽ ഒന്ന് ഇതാക്കുന്നൊക്കെ പറയും, പക്ഷെ എനിക്ക് കിട്ടൂല. അതാണ്, ഒന്നും കൂടി ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് ആയോ? 1 മിനിറ്റ് ആയോ? 50 സെക്കൻഡായി. ഓക്കെ. അല്ല, ഇതിലെന്താ അറിയോ, നമുക്ക് ആശംസ പ്രസംഗം കുറച്ചൊന്ന് എഴുതി വെക്കാം, എന്നിട്ട് അതും കൂടെ പഠിക്കാം. അല്ലേ? അല്ല, അങ്ങനെയല്ല ഞാൻ പറയാം. സോ താങ്ക് യു വെരി മച്ച് ജലജ മാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് പറയാം. ഷഫീഖ് സർ, എന്തെങ്കിലും പറയൂ. ജലജ മാമിൻ്റെത് എന്താന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ള കാര്യമാണ് ജലജ മാം പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ശരിക്കും അത് മീൻസ് വി ക്യാൻ റിയലൈസ് ദാറ്റ് ദ വേ ഷീസ് അവിടെ നിന്നുള്ള ഇപ്പം ഓഫീസിൽ നിന്നും മറ്റുള്ള ആ പ്രഷറും, അതുപോലെ ഈ ഒരു ഏജിൽ തന്നെ അവർക്ക് വളരാനുള്ള ഇനിയും എനിക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് റിയലി അപ്രീഷിയേറ്റഡ്. ഓക്കെ, അപ്പൊ അതാണ് ജലജ മാം പറയാനുള്ളത്. ഇനിയും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാം. തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യാം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്, which we will talk. So now let's move to the last person, that is Arun. സാറേ, ആദ്യം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാന് അങ്ങനെ വലിയ പ്രാസംഗികനൊന്നുമല്ല. ഇനി തുടങ്ങാം. നമസ്കാരം. ഞാൻ 1992 കർഷകരായിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത്. അതിനുശേഷം സർക്കാർ സ്കൂളിലാണ് പഠനം നടത്തിയത്. അതിനുശേഷം കലാലയങ്ങളിൽ പോയപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാവുകയും പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് യുവജന രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ നമ്മുടെ വീടിന്റെയും അതുപോലെ തന്നെ ഫാമിലിയുടെയും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക് വേണ്ടി പ്രൈവറ്റ് കമ്പനികളിൽ ജോലിക്ക് കയറുകയും വർഷങ്ങളോളം ജോലി ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു തൃക്കേപ്പറ്റ എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള 24% ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അധിവസിക്കുന്ന ഒരു കർഷക മേഖലയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ അവിടെ മത്സരിച്ചു. വളരെ നല്ല ഒരു വിജയം ലഭിച്ചു. തുടർന്ന് പൊതു രംഗത്തും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തന രംഗത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ക്ഷേമം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. തുടർന്ന് ഒരു എന്താ പറയുക, കറ കളഞ്ഞ ഒരു സാമൂഹിക പ്രവർത്തകനായിട്ട് ഈ ഡിവിഷനിലും അതുപോലെ തന്നെ ഈ സമൂഹത്തിലും നിൽക്കണം, ഒരു പൊതുപ്രവർത്തകനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അധ്യയന വർഷം തുടങ്ങി സ്കൂളുകൾ തുടങ്ങിയ സാഹചര്യത്തിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ ഡിവിഷനിൽ ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വയനാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം ഉള്ളൊരു ജില്ലയാണ്. അരുൺ, യു ക്യാൻ സ്റ്റോപ്പ്. അരുൺ നിർത്തിയോ? കുഴപ്പമില്ല. അരുൺ, എനിക്കറിയാം അരുൺ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അരുൺ ഒരുപാട് പറയാനുണ്ടാവും. കാരണം ദിവസവും പറഞ്ഞ പോലെ പബ്ലിക്കിനോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അരുൺ. സോ എനിവേ, അരുണിന്റെ സംസാരത്തെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയൂ. സാലിബായി, എന്താണ് പറയാ? ജസ്ന മാം പറയൂ. എന്നും പ്രസംഗിക്കുന്ന ആളാന്ന് വളരെ വ്യക്തമാണ്. ബിക്കോസ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ടായിരുന്നു പറഞ്ഞ കാര്യം. പിന്നെ വേറൊരു കാര്യം, ഒരു പെർട്ടിക്കുലർ
he was focused on ആ ഒരു വയനാടിന്റെയും ആ ഒരു ഹിസ് ഏരിയനെ പറ്റിയിട്ടായിരുന്നു he was focused. അതാ അങ്ങനെ തോന്നി. It was good. I mean, like, it was good എന്നല്ല, he knows the thing. Okay, great, excellent. സാലിഹ് ഭായ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഞാൻ പറയുന്നതിനെക്കാണ്ടൊക്കെ നന്നായി പറയുന്നുണ്ട്. പിന്നെ നമ്മള് കൂടുതൽ അഭിപ്രായം പറയാനുള്ള ആളായിട്ടില്ല. നമ്മള് ഇംപ്രൂവ് ചെയ്യാനാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള പോലെ വിലയിരുത്തിയും എല്ലാതെ കൊണ്ട് വിലയിരുത്താനുള്ള ആളായിട്ടില്ല. എന്നാലും കേട്ടിടത്തോളം നല്ല 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 ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് എന്താ പറയാനുള്ളത്? സാലിഖാനോട് പറയാ, കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഇതന്നെ പരിപാടി. പഠിച്ചു വരിക. ഒരുപാട് സ്ഥലങ്ങളില് ഇത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതിന്റെ പേരില് നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ നേരിട്ട് അനുഭവിച്ചതുകൊണ്ടേ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആവുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2-3 സ്ഥലങ്ങളിലൊക്കെ പിന്നെ ജസ്റ്റ് ഇങ്ങനെ വാക്കുകളൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവുക. ചില സ്ഥലങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ സംസാരിച്ച് എന്തൊക്കെയോ സംസാരിക്കണം എന്ന് വിചാരിച്ച് തുടങ്ങും. അപ്പൊ നമ്മൾ ചില സമയത്ത് അങ്ങനെ കട്ടാവുമ്പോ പിന്നെ ആകപ്പാടെ ഫുള്ള് സാധനം കയ്യിൽ നിന്ന് പോയി കൊളാഹിറ്റൊക്കെ ഉണ്ട്. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ചെറുപ്പക്കാരനല്ലേ വെച്ചിട്ട് ആളുകൾ തന്നെ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കി വിടുന്നതിനെ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഇതിൽ എന്താ വെച്ചാൽ അരുണിനോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് സൂര്യനോട് പറഞ്ഞ അതേ സംഭവമാണ്. കുറച്ചും കൂടി തുറന്ന് സംസാരിക്കണം. കാരണം അത് ഒരുപാട് അരുണിന്റെ കരിയറിൽ ഇപ്പൊ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ തന്നെ ഒരുപാട് അരുണിനെ ഹെൽപ്പ് ചെയ്യും. കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. അരുണ് സംസാരിക്കുന്നുണ്ട്, അരുണ് ഫ്ലോ ഉണ്ട് അല്ലെ, വളരെ നല്ല ഫ്ലോ ഉണ്ട്. പക്ഷെ എന്നാലും ഇല്ലാത്ത പ്രശ്നം എന്താണ്, ഒന്നുകൂടി ഓപ്പൺ ആവണം, ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ഓപ്പൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിന്റെ ശബ്ദത്തിലെ മോഡുലേഷനിൽ കുറച്ചും കൂടി വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് എക്സലന്റ് ആയിട്ട് അരുണ് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. എക്സലന്റ്, താങ്ക് യു വെരി മച്ച് അരുൺ ഫോർ ദാറ്റ്. അപ്പൊ എല്ലാവരും ഒരു തവണ സംസാരിച്ച് കഴിഞ്ഞു. ഇനി ഇതിപ്പോ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ എന്താണ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇപ്പൊ ഓരോരുത്തർക്കും എല്ലാവരും സംസാരിച്ച സമയത്ത് എനിക്ക് ഉറപ്പാണ് ഇപ്പൊ സ്വയം ഒരു കാര്യം കൂടി ഷെഫീഖ് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം വിളിക്കും. ഷെഫീഖ് സർ, യു ആർ ഓൺ സ്പോട്ട് ലൈറ്റ്, ഗോ അഹെഡ്. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഏതായാലും ഫസ്റ്റ് ടൈമില് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ സംഭവിച്ചു എനിക്ക്. അത് ആക്ച്വലി ഐ റിയലി ലോസ്റ്റ്. ഓക്കെ, അപ്പോ ഒന്നും കൂടി ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് മുഹമ്മദ് ഷഫീഖ്. ഐ എം ഫ്രം കണ്ണൂർ. ഐ എം വർക്കിംഗ് ആസ് എ CEO of a company called ALG International, which will have a branch in Middle East in India. ഞങ്ങളും ബേസിക്കലായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ജിയോസ്പേഷ്യൽ കൺസൾട്ടിംഗ് ആണ്. എക്സ്പെഷ്യലി ജസ്ന മാമിനെ അറിയായിരിക്കും. ജിയോസ്പേഷ്യൽ ലൈക്ക് GIS, ലിഡാർ, ലാൻഡ് സർവേ, ഇതിന്റെ ഒക്കെ കൺസൾട്ടിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിലെ ഫ്ലഡ് മാപ്പിംഗ്, ഇതിന്റെ ഒക്കെ വർക്ക് ഞങ്ങളാണ് ചെയ്യുന്നത്. ഈവൻ വയനാട്ടിലും ഒത്തിരി പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് 40 years ഓൾഡ് ആണ്. എനിക്ക് 2 മക്കളുണ്ട്. എന്റെ വൈഫ് ആർക്കിടെക്ട് ആണ്. ഇതിലേക്ക് ബേസിക്കലായിട്ട് വരാൻ കാരണം പിന്നെ എനിക്ക് സ്റ്റാമറിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. I just overcome ഒരു ലാസ്റ്റ് 2 years back I overcome that. എന്നിട്ട് ഇപ്പം ഞാൻ കുറച്ചുകൂടെ എനിക്ക് എന്താണ് ആ ഒരു സ്പെസിഫിക് ടാസ്കിലേക്ക് വരാനുള്ള ഒരു ഇതിലാണ്. എനിക്ക് ഒത്തിരി ചാൻസസ് കിട്ടുന്നുണ്ട്. മതി ഷഫീഖ് സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. യുവർ 1 minute is over. ഇനി വളരെ നന്നായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഇനി പറയാനില്ല, കാരണം you got a second chance. Right, you got a second chance and you did that excellently well. ജനറിക് ആയിട്ട് ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാവരോടും കൂടിയാണ്. അതായത് വെനെവർ യു സ്പീക്ക്, നിങ്ങൾ ഒരിക്കലും ഈ മൈസെൽഫ് രാകേഷ്, എല്ലാവരോടും പലരും ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, മൈസെൽഫ് രാകേഷ്, മൈസെൽഫ് ജിൻഷോ അല്ലെങ്കിൽ മൈസെൽഫ് സൂര്യ, അങ്ങനെ പറയരുത്. അതൊരു ക്ലീശേ സാധനമാണ്, എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്. അതിൽ നമ്മൾ തുടങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് ഐ ആം ഇസ് ദ റൈറ്റ് വേ ടു ഡു, ഐ ആം രാകേഷ് എന്ന് പറയുന്നതാണ് അതിന്റെ റൈറ്റ് വേ ടു ഡു. അപ്പൊ ഇനി പറയുന്ന സമയത്ത് എവിടെയാണെങ്കിലും പ്ലീസ് ട്രൈ ടു അവോയ്ഡ് മൈസെൽഫ് രാകേഷ്. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതൊരു ക്ലീശേ സംഭവമാണ്. അതിന്റെ യൂസേജും തെറ്റാണ്. അതൊരു റൈറ്റ് ഇംഗ്ലീഷ് യൂസേജ് അല്ല. അതായത് ലാംഗ്വേജ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് യൂസേജ്. യു ആർ നോട്ട് സപ്പോസ് ടു സേ മൈസെൽഫ് എന്ന രീതിയിൽ പറയാൻ പാടില്ല എന്നുള്ളത് ജസ്റ്റ് എല്ലാവർക്കും ജനറിക് ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അത് ലാംഗ്വേജ് ഫാക്ടറാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. വളരെ
എക്സലന്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞു. ഫോർ ദ ഫസ്റ്റ് എന്താ പറയാ, ആ തുടക്കം എന്ന രീതിയിൽ, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ എല്ലാവരും എക്സലന്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ വിവർ അറ്റ് ഹിയർ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്പീക്കേഴ്സ് ഞാൻ പറഞ്ഞു, ഇനി ശ്രദ്ധിക്കുക. ഇപ്പൊ ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ there are 10 കമൻമെന്റ്സ് ഉണ്ട്. അത് ഞാൻ ഓരോ പറഞ്ഞു തരും എല്ലാവർക്കും. അതായത് ഇന്നിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞതിൽ നിന്ന് തന്നെ, ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വ്യത്യാസങ്ങളിൽ 10 എണ്ണത്തിൽ 5 എണ്ണം ഞാനിപ്പോ പറഞ്ഞുതരാം. ഓക്കെ, 10 കമൻമെന്റ്സിലെ 5 എണ്ണമാണ്. നെവർ സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പോളജി. നെവർ സ്റ്റാർട്ട് യുവർ സ്പീച്ച് വിത്ത് ആൻ അപ്പോളജി. അപ്പോളജി ആവാം നിങ്ങളുടെ ഭാഗത്ത്, അതായത് ഒരുപക്ഷെ അപ്പൊ ഇതൊക്കെ അരുണാണ് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വരിക. അരുണ് ചിലപ്പോൾ ഒരു സ്ഥലത്ത് എത്താൻ ലേറ്റ് ആയി, ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനൊരു നല്ലൊരു സ്പീക്കർ അല്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും കൂടിയാണ് ഐ ആം നോട്ട് എ ഗുഡ് സ്പീക്കർ എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ തുടങ്ങരുത്. അതായത് നെവർ സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പോളജി. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയാവോ, അല്ലെ ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങളുടെ പ്രസംഗം നിങ്ങൾ തുടങ്ങാൻ പാടില്ല. കേൾക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്പീക്കർ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. സ്പീക്കർ ക്രെഡിബിലിറ്റി, നിങ്ങൾ പറയുന്ന, ഞാൻ കേൾക്കുന്ന ആള് ഓക്കെ ഇയാള് തിരക്കിടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടല്ലോ ഓഡിയൻസിന്. അപ്പൊ തുടക്കം തന്നെ നിങ്ങൾ അപ്പോളജീസിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം അതാണ്. അപ്പോളജി മാത്രമല്ല, ഞാൻ സോറി എന്നുള്ളത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതും കൂടി. അതായത് ഞാൻ നല്ലൊരു സ്പീക്കർ അല്ല, ഇങ്ങനെ നിങ്ങളെപ്പോലെ സംസാരിക്കാൻ എനിക്കറിയില്ല, ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ എവിടെയും നിങ്ങളെ സംസാരിക്കാൻ വിളിച്ചാൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങരുത്. ബിക്കോസ് ആരും നിങ്ങളെ അറിയുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നല്ല പ്രസംഗികനാണോ, നിങ്ങളുടെ മോശം പ്രസംഗമാണോ എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന ആളുകളല്ല ഓഡിയൻസ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നെവർ സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പോളജി. സെക്കൻഡ് തിങ്, ഡോണ്ട് ബി ഓവർ സെന്റിമെന്റൽ. അത് നമുക്ക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തത്, ഡോണ്ട് എക്സാജറേറ്റ്. തള്ളാൻ പാടില്ല. തള്ളുന്നതിനൊക്കെ ഒരു പരിധി. അപ്പൊ എവിടെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, അരുണ് എല്ലാം ചിരിക്കുന്നുണ്ട്, തള്ളാൻ പാടില്ല. തള്ളുന്നതിൽ ശ്രദ്ധ വേണം. തള്ളിക്കോളൂ, പക്ഷെ മറിച്ചിടാൻ പാടില്ല തള്ളിയിട്ട്. കാരണം ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, തള്ളലിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലാതെ നിങ്ങളുടെ ഓഡിയൻസ് എവിടെന്നെങ്കിലും നിങ്ങളെ കണ്ടാൽ, നിങ്ങൾ ഈ തള്ളുന്നതിന്റെ ഒരു എന്താ പറയാ 50% പോലും ഇല്ല എന്ന് നിങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പൊ എല്ലാവരും ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ ഫോർ എവ്രി വൺ. നിങ്ങൾ ഈ പറയുന്ന തള്ളലിൽ അത് തള്ളലാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു 20% ആണെങ്കിലും നിങ്ങളുടെ ഓഡിയൻസിൽ ഉണ്ടാവും. ഓക്കെ, ഇത് ശരിക്കും അവസാനം ഒരു സെഷന്റെ ലാസ്റ്റ് പറയേണ്ട സാധനങ്ങളാണ്. പക്ഷെ ഞാൻ ആദ്യമേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഇടയിൽ നമ്മൾ 5 വീക്ക് ലോങ് പ്രോഗ്രാം ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറയുന്നത്. സോ ദയവ് ചെയ്ത് തള്ളൽ കുറയ്ക്കുക. ഡോണ്ട് ബി ഡൾ ആവാൻ പാടില്ല. വളരെ പ്ലസന്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ശബ്ദം ഉയർത്തി വായ തുറന്ന് സംസാരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാഷ്വൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിലും കൂടി നിങ്ങളുടെ ശബ്ദത്തിൽ ആ എനർജി ഉണ്ടാവണം. യു റിമെമ്പർ 3 things that I told. Stand up to be seen, speak out to be heard or listened, and sit back to be appreciated. അപ്പൊ അതിൽ ഡൾ ആയി കഴിഞ്ഞാൽ സിറ്റ് ബാക്ക് ടു ബി അപ്രീഷിയേറ്റഡ് കിട്ടൂല, നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടില്ല. ആൻഡ് ലാസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദി ഫിഫ്ത് തിങ് ഇസ് ഡോണ്ട് വാണ്ടർ ഫ്രം ദി സബ്ജക്ട്. പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് ദയവ് ചെയ്ത് വ്യതിചലിക്കാൻ പാടില്ല. കഴിയുന്നതും ആ സബ്ജക്റ്റിൽ ഉറച്ചു നിന്ന് പ്രിസൈസ് ആയി അതിനെ കുറിച്ചിട്ട് സംസാരിക്കുക. ഓക്കെ, ഇതിൽ ഇപ്പൊ ഈ ഇന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറയാൻ മിസ്സായി പോയൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ട് വിൽ സ്റ്റോപ്പ് ഫോർ ദ ഡേ. അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോ അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഫിയർ ഉണ്ടാവുന്നത് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് വില്ലൻ വിക്ടിം മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇതിൽ അപ്പോളജിയിൽ തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾ ഡള്ളായി പോകാനോ ഒക്കെ ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇരിക്കുന്ന ആളുകൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇരിക്കുകയാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രത്യേകിച്ച് എനിക്ക് ജലജ മാഡത്തിനോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ജലജ മാഡം സംസാരിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ആളുകൾ ജലജ മാഡം പറയുന്നതിൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഇരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ജലജ മാഡത്തിനെ വിലയിരുത്താൻ ഇരിക്കുന്ന ആളുകളോ ഇവരൊന്നും നമ്മളെ ശത്രുക്കളല്ല എന്ന് മനസ്സിലാക്കും. അതിൽ ഏറ്റവും റിയലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ആള് പ്രസംഗിക്കാൻ കയറുമ്പോൾ ഇയാളുടെ പ്രസംഗം മോശമാവണേ എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രസംഗത്തിന് ഇരുന്നിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയുമായിരിക്കും, എല്ലാവരുടെ ഈ ചെങ്ങായിന്റെ പ്രസംഗം കുളമായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ പോലും നമ്മളെ മുമ്പിൽ സംസാരിക്കുന്ന ഒരാളുടെ പ്രസംഗം മോശമാവണം എന്ന്
നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പോൾ ഓഡിയൻസ് ഒരിക്കലും നിങ്ങളുടെ വില്ലൻ അല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എന്താണോ ദേ ആർ യുവർ ഫ്രണ്ട്സ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഒരു മോശം പ്രസംഗം കേൾക്കാൻ ആരും ഇരിക്കില്ല. എല്ലാവരും പ്രസംഗം നന്നാവണം, അല്ലെ ഒരാൾ പറയുന്നതിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിന്നെ അതിൽ വേറൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പോലെ താങ്ക് വരുന്നല്ലോ, വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ടല്ലോ. ആശംസകളല്ല, വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ എല്ലാവരും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തീരണം എന്ന് ആഗ്രഹിക്കും. അത് വലിച്ചു നീട്ടാൻ പാടില്ല. ടൈപ്സ് ഓഫ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഡോണ്ട് എവർ കൺസിഡർ യുവർ ഓഡിയൻസ് ആസ് യുവർ എനിമി. ദേ ആർ നോട്ട് യുവർ എനിമി. അവർ ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കളല്ല. അവർ നിങ്ങളെ പ്രസംഗം നന്നാവണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. റൈറ്റ്? സോ വി ആർ കൺക്ലൂഡിങ് ഫോർ ദ ഡേ. ഐ ഹോപ്പ് യു റിമെമ്പർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗിവ് മി 1 second. Right? So we started with the introduction. And then I told that there is 3 types of speech ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് വൈ PPS എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ തോട്ട്സ് ക്ലിയർ ആക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ സംസാരിച്ചത് ഈ പറഞ്ഞ പോലെ പബ്ലിക് സ്പീക്കിംഗിൽ വരുന്ന ബാരിയേഴ്സിനെ കുറിച്ചിട്ടാണ്. പല ബാരിയേഴ്സ്, ഒരു 8ഓളം ബാരിയേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ദെൻ വി ടോക്ട് അബൌട്ട് സ്റ്റേജ് ഫിയർ എന്താണെന്നും അതുണ്ടാവാനുള്ള കാരണം എന്താണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. അത് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് നമ്മൾ പോകെ നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ വി entered into our individual speech. ഞാൻ ഇന്ന് പറഞ്ഞ പോയിന്റ്സ്, ഇൻഡിവിജ്വലി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് വരണം. ഇപ്പൊ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. റിപ്പീറ്റേഷൻ പറഞ്ഞ ആളുകൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കണം. പിന്നെ പ്ലസന്റ് ആവാൻ പറഞ്ഞ ആളുകൾ പ്ലസന്റ് ആവണം. പിന്നെ അപ്പോളജൈസിൽ തുടങ്ങിയത് അപ്പോളജി മാറ്റണം. ഈ രീതിയിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് അണ്ടർസ്റ്റാൻഡ് എ വെസൽ ഇസ് നോൺ ബൈ ഇറ്റ്സ് സൗണ്ട്. എവിടെയാണ് പബ്ലിക് സ്പീക്കിന്റെ റെലവൻസ് ഞാൻ പറയാം. നമ്മൾ പാത്രങ്ങൾ നമ്മൾ പാത്രത്തിന്റെ ക്വാളിറ്റി തട്ടി നോക്കും. ഈ കലം ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പൊട്ടുണ്ടെങ്കിൽ അതിന്റെ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾ. നിങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, എത്രത്തോളം നിങ്ങൾ വൈസ് ആണ്, എത്രത്തോളം നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവും. സോ മൂവിങ് ഫോർവേഡ് ഇൻ കമ്മിങ് സെഷൻ, let's make sure that we apply all this that we have taught today and we'll move forward with that. And എന്താണ് മറ്റേ ലിങ്കിന്റെ കാര്യം ഞാൻ പറയാം. Then I'll be sharing you one